നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ജാഥയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം നമുക്കെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. നുണപ്രചരണത്തിലൂടെയും കള്ളവാർത്തകളിലൂടെയും കേരളം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും അടുത്ത കാലത്ത് മുട്ടിട്ട 2020 പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ഇടപെടലുകളെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന സമാനതകളില്ലാത്ത മുന്നേറ്റം, പ്രത്യേകിച്ച് പശ്ചാത്തല വികസന രംഗത്തും അതുപോലെ സാമൂഹ്യ സുരക്ഷാ രംഗത്ത് വികസന അജണ്ടകൾ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നേറ്റം സൃഷ്ടിക്കുന്ന ആ യഥാർത്ഥ രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയം, ഇവയെല്ലാം തകർക്കാൻ കോൺഗ്രസും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തെറ്റായ ഇടപെടലുകൾ, ആ ഇടപെടലുകൾക്ക് മാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പിന്തുണ, ഇവ കൂടി ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പടിവാതിക്കൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥകൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, 2020 ഏറ്റവും ആദ്യം കിഴക്കമ്പലത്ത് ആരംഭിച്ച് സമീപ പഞ്ചായത്തുകളിലേക്ക് വളർന്ന് ഇപ്പോൾ തൊട്ടടുത്തുള്ള തിരുവാണിയൂർ, പുത്തൻകുരിശ്, പൂത്തൃക്ക പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ ഒരു കിറ്റ് ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി വച്ച് ആ വീട്ടിലുള്ള വോട്ടർമാർക്ക് വില നിശ്ചയിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട ഈ കിറ്റ് എന്ന് പറഞ്ഞാൽ പുറകിലെ വാതിലിൽ കൊണ്ടുപോയി വച്ചും ആ വോട്ടർമാരുടെ വില ഈ കിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്ക് തുല്യമാണ് അല്ലെങ്കിൽ അതിൽ താഴെയാണ് എന്ന് 2020 മുതലാളി നിശ്ചയിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നുമുണ്ട്. ഈ മോഹനസുന്ദര വാഗ്ദാനങ്ങളൊന്നും അവർ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നും നമുക്ക് കാണാൻ കഴിയും. 2013 ഇന്ത്യയുടെ പാർലമെന്റ് പുതിയ CSR നിയമം നടപ്പാക്കിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനികൾക്ക് നേരിട്ട് പണം വിനിയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നിയമ ഭേദഗതി വന്നപ്പോൾ ആ നിയമത്തിന്റെ ഭാഗമായി മുടക്കുന്ന പണത്തിന്റെ ഒരു 75%, 80% തിരിച്ച് കമ്പനികൾക്ക് കിട്ടുന്ന തരത്തിലാണ് ആ നിയമത്തിന്റെ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നത്. ആ സമയത്ത് ഒരു സന്നദ്ധ സംഘടന എന്ന രൂപത്തിൽ ഉണ്ടാക്കി ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ കമ്പനിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമീപ വാർഡുകളിലെയും കമ്പനി സ്ഥിതി ചെയ്യുന്ന വാർഡുകളിലെയും ജനങ്ങൾക്ക് ദ പൊളൂട്ടർ ഷാൽ കോമ്പൻസേറ്റ് എന്ന നിയമം, ആരാണോ മലിനീകരണം ഉണ്ടാക്കുന്നത്, ആരാണോ ജനങ്ങളുടെ ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ കമ്പനി നടത്തുന്നത്, ആ കമ്പനിയുടെ ഭാഗമായി ലാഭമുണ്ടാക്കി വലിയ കുത്തകയായിട്ട് മാറുന്നത്, അയാൾ തന്നെ ആ കമ്പനിയുടെ ഭാഗമായി ദുരന്ത ഫലം അനുഭവിക്കുന്ന ജനങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യണം, നഷ്ടപരിഹാരം കൊടുക്കണം എന്ന തത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. അന്ന് പലരും വളരെ ആശങ്കയോടെ തന്നെ അത് കണ്ടു. എന്തായിരിക്കും ഇതിന്റെ രൂപം, എന്തായിരിക്കും ഇതിന്റെ ഭാവം എന്നതിനെ കുറിച്ചെല്ലാം പല ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോഴിതാ ടൈയൊക്കെ കെട്ടി കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നും സെലക്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വീടുകളിലേക്ക് വിടുകയാണ്. കസേരയൊക്കെ കൊടുത്ത് ഇരുത്തും. അപ്പൊ ചോദിക്കും, ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്, ഈ വീട്ടിന്റെ വരുമാനം എത്രയാണ്, ഈ വീട് പുനർനിർമ്മിക്കാൻ എത്ര രൂപയാണ് വേണ്ടത്, ഈ വീടിന്റെ കിണർ പഴയ കിണറാണല്ലോ, ആ കിണർ പുനർനിർമ്മിക്കാൻ എത്ര രൂപ വേണം, ആട്, കോഴി, താറാവ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് തരാം, പശു തരാം, പോത്ത് തരാം. അതുപോലെ പിന്നെ സുന്ദരമായ വാഗ്ദാനങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ്. മക്കളെ കെട്ടിക്കണമെങ്കിൽ അതിന് പ്രത്യേകം പണം, മക്കൾ ഇപ്പൊ ജോലി ഉണ്ടെങ്കിൽ ആ ജോലി റിസൈൻ ചെയ്തോ, പുതിയ ജോലി, അങ്ങനെ തീരെ ചെറുപ്പമായ കുട്ടികൾ മുതൽ നല്ല പ്രായമുള്ള വയോജനങ്ങൾക്ക് വരെ നിരവധി ഓഫറുകൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കിഴക്കമ്പലം പഞ്ചായത്തിനെ ഞങ്ങൾ മോഹനസുന്ദര ഒരു പഞ്ചായത്താക്കി മാറ്റും. നിങ്ങൾ സിംഗപ്പൂർ കണ്ടിട്ടില്ലേ, പല സിനിമയിലും സിംഗപ്പൂർ ടൗൺ, ആ ടൗൺ പോലെ ഈ കിഴക്കമ്പലം പട്ടണത്തെ മാറ്റും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ റോഡ്, ജനങ്ങളുടെ ജലസേചന പദ്ധതികൾ, ജനങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതികൾ, അതുപോലെ പൊതു സൗകര്യങ്ങൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ എന്നതിനെ കുറിച്ചെല്ലാം വലിയ വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നമുക്കറിയാം, ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്ത് അവർ ജയിച്ചു. അന്ന് അവർ പറഞ്ഞത്, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്, ആ അഴിമതിക്കാരുടെ
ഒരു രൂപത്തിലേക്ക് ഒരിക്കലും 2020 മാറില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പണപ്പിരിവും ഈ പ്രസ്ഥാനം നടത്തില്ല. ഞങ്ങളുടെ കയ്യിൽ കുമിഞ്ഞുകൂടുന്ന ഈ പണം ജനങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി, ആ വേദിയാണ് 2020 എന്ന ഒരു സാമൂഹ്യ സംഘടന, ഒരു സേവന തൽപരരായിട്ടുള്ള ഒരു സംഘടന. ഇതൊരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്നതാണ് അന്ന് മുന്നോട്ട് വെച്ചത്. ഈ കേരളത്തിലെ കുത്തക മാധ്യമങ്ങളെല്ലാം വലിയ പ്രചരണം കൊടുത്തു. ദേ ഒരു വലിയ സംവിധാനം വന്നിരിക്കുന്നു, ഇത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, സേവനം ചെയ്യാൻ മുട്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇതാ തേനും പാലും കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒഴുകാൻ പോകുന്നു. സിംഗപ്പൂരിന് പകരം, സിംഗപ്പൂരിന് അപ്പുറത്ത് നിൽക്കുന്ന വലിയ സൗകര്യങ്ങളോടെ, ഒരു സംസ്ഥാനത്തിന്റെ എല്ലാ സൗകര്യങ്ങളോടെ ഈ പഞ്ചായത്ത് മാറുകയാണ് എന്നതാണ് കുത്തക മാധ്യമങ്ങളെല്ലാം വിശേഷിപ്പിച്ചത്. അത് നമുക്കറിയാം. ഈ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്നത് കിറ്റെക്സ് ആണ്. ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജ് മുഴുവൻ, ബാക്ക് പേജ് മുഴുവൻ, അതുപോലെ ഫുൾ പേജ്, നിരവധി പേജുകൾ അത്തരത്തിൽ പരസ്യം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന രൂപത്തിൽ, ചാനലുകൾക്കും വലിയ പരസ്യം കൊടുക്കുന്ന ഒരു സ്ഥാപനം എന്ന രൂപത്തിൽ പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുന്ന വലിയ പ്രചരണം അന്യാധീനമായി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത്. പിന്നെ അവർ ഭരണത്തിൽ വന്ന് മുന്നോട്ട് പോകുന്നു. നമ്മൾ കാത്തിരുന്നു ഈ സിംഗപ്പൂർ ഒന്ന് കാണാൻ വേണ്ടി. എന്തൊക്കെ മാറ്റമാണ് ഈ കേരളത്തിൽ, ഈ പഞ്ചായത്തിൽ വരാൻ പോകുന്നത് എന്ന് കാണാൻ നമ്മൾ കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തുടർച്ചയായി 10 വർഷത്തെ പൂർത്തീകരണം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. അതുപോലെ സമീപ പഞ്ചായത്തായ മഴവന്നൂര്, ഐക്യർനാട്, കുന്നത്തുനാട് പഞ്ചായത്തുകളിൽ 5 വർഷത്തെ ഭരണവും ഈ നവംബറോടുകൂടി പൂർത്തീകരിക്കുകയാണ്. ഒന്ന് ചെന്നു നോക്കുക, എവിടെയാണ് ഈ സിംഗപ്പൂർ എന്ന് നമുക്ക് കാണാൻ കഴിയും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞ്, ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറില്ല എന്ന് പറഞ്ഞ്, രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിയാണെന്ന് മൈക്ക് കണ്ടാൽ പ്രസംഗിക്കുന്ന മുതലാളി തന്റെ ആ രൂപീകരിച്ച ആ സന്നദ്ധ സംഘടന അല്ലെങ്കിൽ സേവന സംഘടന എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷനിൽ ചിഹ്നത്തിന് വേണ്ടി അപേക്ഷിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത് നമ്മൾ കണ്ടു. പലരും ചോദിച്ചു, നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമല്ലേ ഇത്? അങ്ങനെ ചോദിച്ച ഒരാൾക്കും പിന്നീട് ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ തന്നെ അദ്ദേഹത്തെ നടപടിയെടുത്ത് പുറത്താക്കുന്ന തരത്തിലേക്ക് മാറി. എന്നിട്ട് നാം കാണുന്നത്, എന്താണോ ഈ മുതലാളി ജനങ്ങളോട് പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ മാത്രം നടപ്പാക്കുന്നത് നാം കാണുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആ സിംഗപ്പൂർ എന്ന പട്ടണം കിഴക്കമ്പലം, ഇപ്പൊ കിഴക്കമ്പലത്തേക്ക് ചെന്നാൽ നിങ്ങൾക്കറിയാം, അവിടെ മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു പഞ്ചായത്തിന്റെ. അദ്ദേഹം പറഞ്ഞു, ആ ഷോപ്പിംഗ് കോംപ്ലക്സ് 10-20 കൊല്ലം പഴക്കമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ യോഗങ്ങളൊക്കെ നടത്താറുള്ളത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുറ്റത്താണ്. വൈകുന്നേരങ്ങളിൽ പൊളിക്കണം, വലിയ മൾട്ടിനാഷണൽ സൗകര്യങ്ങളുള്ള ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പോവുകയാണ്. അതിന്റെ ഒരു പ്ലാനൊക്കെ പുള്ളി വരച്ച് കാണിച്ചു. എന്നിട്ട് അത് പൊളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ വർഷങ്ങളായിട്ട് അവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞു, ഞങ്ങൾ എങ്ങോട്ട് പോകും, ഞങ്ങൾക്കൊരു പകരം സംവിധാനം ഉണ്ടാക്കി തരണം. പറഞ്ഞു, അതൊന്നും എന്റെ അജണ്ടയിലില്ല, ഇന്ന ദിവസം നിങ്ങൾ ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒഴിപ്പിക്കും. നമുക്കറിയാം, വളരെ പാവപ്പെട്ട പ്രായമെത്തിയ കച്ചവടക്കാർ കരഞ്ഞുകൊണ്ട് അവരുടെ സാധന സാമഗ്രികളും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പലരും കോടതിയിൽ പോയി ഉത്തരവൊക്കെ മേടിച്ചെങ്കിലും ഈ മുതലാളിയുടെ ഗുണ്ടാ സംഘം അവരെ ബലം പിടിച്ച് പുറത്താക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോ പ്രിയപ്പെട്ടവരെ, 6-7 വർഷമായി ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നിലനിന്ന സ്ഥലത്ത് കാടുകൾ മൂടി, അതുപോലെ തന്നെ 2-3 ഈ റോഡ് സൈഡിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് പച്ചക്കറി കച്ചവടം നടത്തുന്നവർ ആ റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ടെന്നല്ലാതെ ആ സ്ഥലം കാട് മൂടിക്കിടക്കുന്നു നമ്മൾ കാണുകയാണ്. ഒരു കല്ല് പോലും ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പേരിൽ ഇടാൻ ഈ മുതലാളിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. കിഴക്കമ്പലം നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. നമുക്കറിയാം, നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. അവിടെ പൊതു ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു. ആ പൊതു ടോയ്ലറ്റുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തോ വലുത് വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 10 കൊല്ലമായി കിഴക്കമ്പലത്തിന്റെ ആ ടൗണിൽ, നമുക്കറിയാം, പള്ളിക്കരയിൽ നിന്ന് വരുന്ന റോഡ്, അതുപോലെ പുക്കാട്ടുപടിയിൽ നിന്ന് വരുന്ന റോഡ്, അങ്ങ് പട്ടിമറ്റത്തു നിന്ന് വരുന്ന റോഡ്, ഇവ സംഗമിക്കുന്ന പ്രദേശം, സ്കൂളുണ്ട്, നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇതുവരെ ഒരു പൊതു ടോയ്ലറ്റ് പോലും പണിയാൻ സിംഗപ്പൂരാക്കി കിഴക്കമ്പലത്തെ മാറ്റുമെന്ന് പറഞ്ഞ മുതലാളിക്കോ മുതലാളിയുടെ 10 കൊല്ലമായിട്ടുള്ള പഞ്ചായത്ത് ഭരണത്തിനോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ പച്ചക്കറി ചന്ത, നമുക്കറിയാം, കാർഷിക ഉൽപ്പന്നങ്ങൾ, ജനങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു. അതടപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വൈകുന്നേരം കൊണ്ടുവന്ന് കായും അതുപോലെ തന്നെ പയറും മത്തങ്ങയും കുമ്പളങ്ങയും എല്ലാം നിലത്തിരുന്ന് വിൽക്കേണ്ട സാഹചര്യം, അത് ഞാൻ അനുവദിക്കില്ല. ഞാനിത് ഇതാ മൾട്ടിനാഷണൽ കച്ചവട സ്ഥാപനം
പച്ചക്കറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിക്കാൻ പോവുകയാണ്. വലിയ പ്രഖ്യാപനമാണ് നടത്തിയേ. തള്ളുമ്പോൾ ഒന്ന് കുറച്ച് തള്ളണ്ടേ? വലിയ വലിയ തള്ളായിരുന്നു. എന്നിട്ട് അതും പൊളിച്ചു കളഞ്ഞു, അവിടെ ഇരുത്തിയില്ല. ഇപ്പോൾ ഒരു പച്ചക്കറി വിൽക്കാൻ, കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കാൻ ഇരിക്കാൻ ഒരു സ്ഥലമില്ലാത്ത തരത്തിലേക്ക് ആ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ നഗര കേന്ദ്രങ്ങൾ മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, അവിടെ പഴയ LP സ്കൂളൊക്കെ പൊളിച്ച് സ്കൂളിന്റെ ഗ്രൗണ്ട് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് നിർമ്മാണം. പ്രിയപ്പെട്ടവരെ, ആ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ പണിത് വെച്ചു എന്നല്ലാതെ ബസ്സുകൾക്ക് ആ ബസ് സ്റ്റാൻഡിൽ കയറാൻ പോലും ഇതുവരെ അനുവാദം കൊടുക്കാത്ത സാഹചര്യത്തിൽ പൊതുജനാധിപത്യ പ്രസ്ഥാനം ഏറ്റെടുത്ത് ആ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുകയും ബസ്സുകൾ കയറിയിറങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയും എല്ലാം ചെയ്തപ്പോഴും ഗുണ്ടാ സംഘങ്ങളെ വച്ചും പഞ്ചായത്ത് മെമ്പർമാരായ തനി പോക്കിരികളെ ഉപയോഗിച്ചുകൊണ്ടും ആ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമ്മുടെ മുന്നിലുണ്ട്. മറുഭാഗത്തോ എത്രയോ വാഗ്ദാനങ്ങൾ. ഒന്ന് പറഞ്ഞത് തരിശു ഭൂമി ഉണ്ടാവില്ല, അവിടുത്തെ 1000 ഏക്കർ കൃഷി ഞങ്ങൾ തരിശു ഭൂമി എടുത്ത് നെൽകൃഷി നടത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചു. നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നു, ഒന്ന് കാണണമല്ലോ. പലരും പല സഹായങ്ങളൊക്കെ കൊടുത്തു. ചില ഭൂമി തരിശായിട്ട് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഭൂമി വിട്ടുകൊടുത്തു. കൃഷി ചെയ്യുമെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്തോളാൻ പറഞ്ഞ് പല വിദേശത്ത് താമസിക്കുന്നവരെല്ലാം ഭൂമി വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, നിലവിലുണ്ടായിരുന്ന തരിശു ഭൂമി പോലും ഇപ്പോൾ കൃഷി ചെയ്യുന്ന സാഹചര്യം കിഴക്കമ്പലത്തില്ല. ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തെറ്റായ പ്രചരണം നടത്തി. ഇതാ കിഴക്കമ്പലത്തെ മുഴുവൻ കൃഷിഭൂമിയും ആ നെൽകൃഷി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു, എല്ലാം 2020 എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ 2014 ആദ്യ തെരഞ്ഞെടുപ്പിൽ 2020 മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് ആ പഞ്ചായത്തുണ്ടായിരുന്ന തരിശു ഭൂമി പോലും, കൃഷിഭൂമി പോലും ഇപ്പോൾ കൃഷിയില്ലാതെ അവ തരിശായി മാറിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. റോഡുകളുമായി ബന്ധപ്പെട്ടാൻ പറഞ്ഞ് PWDയുടെ റോഡൊക്കെ എന്ത് റോഡ്? ഞങ്ങൾ ടാർ ചെയ്യുന്ന റോഡ്, ആ റോഡ് 25 വർഷത്തേക്ക് ഒരു മിറ്റല് പോലും ഇളകിപ്പോകില്ല എന്നതാണ് പറഞ്ഞത്. ഒരു പുതിയ വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കും, കൊള്ളാലോ, 25 കൊല്ലം ഒരു നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് അതേ രൂപത്തിൽ തന്നെ കിടക്കുമെങ്കിൽ അതൊരു മഹാസംരംഭം തന്നെയാണ്, മഹാനേട്ടം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അവർ പണിത റോഡുകളെല്ലാം ചെന്ന് നിൽക്കുന്നത് 2020 മുതലാളി മേടിച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയിലേക്കാണ്. അതായത് 163 ആധാരം അവർ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കിഴക്കമ്പലത്ത് തന്നെ രജിസ്റ്റർ ചെയ്ത് ഏക്കർ കണക്കിന് സ്ഥലം അദ്ദേഹം വാങ്ങിക്കൂട്ടി. ഭൂമി വാങ്ങിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇവിടെ നാട്ടിലെ നിയമപ്രകാരമേ മേടിക്കാൻ പറ്റൂ. ഏത് റോഡും ചെന്ന് നിൽക്കുന്നത് അദ്ദേഹം വാങ്ങിക്കൂട്ടിയ പ്രോപ്പർട്ടിയിലേക്കാണ്. 2 സൈഡും വലതും ഇടതും ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കണം. ആ റോഡിന്റെ വീതിയൊക്കെ പറഞ്ഞ് അവരെല്ലാം വീഴ്ത്തും. എന്നിട്ട് പറയും ആജീവനാന്ത കാർഡ്, ആജീവനാന്തം വീട്ടിലേക്കുള്ള സാധനം അങ്ങ് എത്തിക്കും, അതുകൊണ്ട് സ്ഥലം വിട്ടുതരാൻ പറയും. ഈ സമ്മർദ്ദവും ഭീഷണിയൊക്കെ എത്തുമ്പോ പാവപ്പെട്ടവർ സ്ഥലം വിട്ടുകൊടുക്കും, വീതി കൂട്ടും. ആ റോഡ് ചെന്ന് നിൽക്കുന്നത് ഈ മുതലാളി വാങ്ങിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക്, സ്ഥലത്തിലേക്ക് വഴിയുണ്ടാക്കാൻ, വീതിയുള്ള വഴിയുണ്ടാക്കാൻ, വലിയ വാഹനങ്ങൾ എത്തുന്ന വഴിയുണ്ടാക്കാൻ വേണ്ടി എന്താ ലക്ഷ്യത്തോടെ തന്നെ. പിന്നെ കാട് എവിടെ വാക്ക് പാലിക്കുന്നു? അങ്ങനെ നമ്മൾ കണ്ടു. ഈ കിഴക്കമ്പലത്ത് ഏതെങ്കിലും റോഡ് അവർ പുതിയതായി വെട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ ഭൂമിയിലേക്ക് തന്നെ. എത്രയോ വർഷം, 2-2.5 വർഷം പട്ടിമറ്റം കിഴക്കമ്പലം റോഡ് അത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം തന്നെ വെട്ടിപ്പൊളിച്ച് പല ആളുകളുടെയും അതിർത്തിയൊക്കെ മാന്തി അങ്ങിട്ട്, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു PWD ചെയ്യട്ടെ എന്ന് പറഞ്ഞു. PWD റോഡിൽ PWDയുടെ അനുവാദമില്ലാതെ മാറ്റങ്ങൾ വരുത്തി വെട്ടിപ്പൊളിച്ച് സിംഗപ്പൂർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയിട്ട് ഇപ്പോൾ അത് മനോഹരമായ റോഡാക്കി മാറ്റിയത് നമ്മുടെ പ്രിയപ്പെട്ട MLA നേതൃത്വത്തിൽ ഗവൺമെന്റ് സംവിധാനം ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത് 25 കൊല്ലം ഒരു മെയിന്റനൻസും വേണ്ട എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2020 പണിത ചില റോഡുകളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വിലക്കയറ്റത്തെ നേരിടാൻ ഇതാ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. ഓരോ പഞ്ചായത്തിലും ഓരോ മാർക്കറ്റ്. ആളുകൾ ഓർത്തു ഓരോ പഞ്ചായത്തിലും ഓരോ മാർക്കറ്റ്. തല എണ്ണി കൃത്യമായി ഇത്ര സാധനം ഓരോ വീട്ടിലേക്ക്, അത് സൗജന്യം എന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പച്ച, മഞ്ഞ, വെള്ള പല കാർഡ്. ആ പച്ച കിട്ടുമ്പോൾ ഇത്ര, വെള്ള കിട്ടുമ്പോൾ ഇത്ര, ചുവപ്പ് കിട്ടുമ്പോൾ ഇത്ര, അങ്ങനെ തരംതിരിച്ചു. പുള്ളി തന്നെ തീരുമാനിച്ചു. എന്നിട്ടോ ആ കിഴക്കമ്പലത്ത് ഒരു സ്റ്റോള് തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, കണ്ടോ കിഴക്കമ്പലത്തെ സ്റ്റോൾ കണ്ടോ, ദേ മഴുവന്നൂർ ആരംഭിക്കാൻ പോകുന്നു. 2020 തെരഞ്ഞെടുപ്പ് സമയത്ത് മഴുവന്നൂർ എല്ലാ വീട്ടിലും കൊണ്ടുപോയി നോട്ടീസ്.
കിഴക്കമ്പലത്തെ മോഡലിലുള്ള മാർക്കറ്റ് ദേ നെല്ലാട് മഴുവന്നൂർ ആരംഭിക്കാൻ പോകുന്നു. അതുകൊണ്ട് വോട്ട് 2020 ചെയ്താൽ പിറ്റേ ദിവസം ദേ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. പാവപ്പെട്ട ജനങ്ങൾ അതങ്ങ് വിശ്വസിച്ചു. ഐക്യനാടും ചെന്ന് പറഞ്ഞു, ദേ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കടയിരിപ്പിൽ ഞങ്ങൾ സ്ഥലമെടുത്തിരിക്കുന്നു. നോക്കൂ, കടയിരിപ്പിൽ മനോഹരമായി സിന്തൈറ്റിന്റെ ആ സമീപത്ത് മാർക്കറ്റ് വരാൻ പോകുന്നു. തോന്നിക്കയിൽ നിന്നും പെരുമുടിയിൽ നിന്നൊക്കെ വന്ന് വാങ്ങിക്കാം. അതുകൊണ്ട് വോട്ട് 2020 വേണം എന്ന് പറഞ്ഞു. അതേ വാഗ്ദാനം തന്നെയാണ് കുന്നത്ത് നാടും പറഞ്ഞത്. ഒരു 2-3 കിലോമീറ്റർ നടന്നാൽ നിങ്ങൾക്ക് കിഴക്കമ്പലത്ത് എത്താമെങ്കിലും ഞങ്ങൾ ഇതാ പെരിങ്ങാലയിലും അതുപോലെ തന്നെ പള്ളിക്കരയിലും എല്ലാം ദേ മാർക്കറ്റ് തുടങ്ങാൻ പോകുന്നു. സ്ഥലമെടുത്തിരിക്കുന്നു, എല്ലാ അനുമതിയും കിട്ടിയിരിക്കുന്നു. പാവങ്ങൾ വോട്ട് ചെയ്തു. 3 പഞ്ചായത്ത് അവർ വിജയിച്ചു. തുടങ്ങിയോ മാർക്കറ്റ്? മഴുവന്നൂർ ഇതുവരെ ഒരു മാർക്കറ്റും തുടങ്ങിയില്ല. ഐക്യനാട് ഇതുവരെ ഒരു മാർക്കറ്റും തുടങ്ങിയില്ല. പള്ളിക്കരയിൽ ഒരു മാർക്കറ്റും തുടങ്ങിയില്ല. മറിച്ചോ കിഴക്കമ്പലത്തുണ്ടായിരുന്ന മാർക്കറ്റ് ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഓനൊരു പ്രസംഗം നടത്തി. എന്താ? എന്നിൽ നിന്ന് തട്ടി തിന്നിട്ട് സാധന സാമഗ്രികൾ, പച്ചക്കറികൾ, പലവ്യഞ്ജനം തട്ടി തിന്നിട്ട് എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ചില വാക്കുകൾ സാധാരണക്കാരായ ജനങ്ങൾ വോട്ടർമാർക്കെതിരെ പ്രയോഗിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ സ്റ്റാള് നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. നന്ദിയില്ലാത്തവർ എന്ന കേരളത്തിലെ ജനങ്ങളെ, പൗരന്മാരെ, ഈ പഞ്ചായത്തിലെ ജനങ്ങളെ പൊതുയോഗത്തിൽ വെച്ച് വിശേഷിപ്പിച്ച് ആ പഴയ ഏകാധിപത്യ സ്വേച്ഛാധിപത്യത്തിന്റെ കാലത്തെ ആ വാക്കുകൾ ആ മുതലാളിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന് പിറ്റേ ദിവസം ആ സ്റ്റാൾ അങ്ങ് പൂട്ടി. ഇപ്പൊ ആ സ്റ്റാൾ ഇല്ല. എന്നിട്ടോ ഇപ്പൊ ഓരോ വീട്ടിൽ കൊണ്ടുപോയി ഒരു കിറ്റ് വെക്കും. എന്നിട്ട് പറയും, ദേ വരാൻ പോകുന്നു, ഞങ്ങൾ ഇന്നത് കൊണ്ടുവരാൻ പോകുന്നു എന്നത്. പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസമുള്ളവരാണല്ലോ. അവർ ഓർക്കും എന്തൊക്കെയോ വരാൻ പോകുകയാണ് എന്നത്. പക്ഷെ ഈ മുതലാളിക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് ജനാധിപത്യത്തെ തകർക്കുക എന്നതാണ്. ഈ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെ തകർക്കുക എന്നതാണ്. ലോകത്തെ ഏറ്റവും കണ്ടിരിക്കേണ്ട പ്രദേശങ്ങളിൽ ഒന്നായി കേരളം വികസിക്കുമ്പോ, അതുപോലെ വികസന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കുമ്പോ, സാമൂഹ്യ സുരക്ഷാ രംഗത്ത് ഏറ്റവും കരുത്തുറ്റ സംസ്ഥാനമായി നമ്മൾ മാറുമ്പോ, അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും വികസന മുന്നേറ്റമുള്ള സംസ്ഥാനമായി നമ്മൾ മാറുമ്പോ ആ കേരളത്തിന്റെ മോഡലിനെ തകർത്ത് സ്വേച്ഛാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും പഴയ രാജവാഴ്ചയിലേക്കും ഈ നാടിനെ തിരിച്ചു കൊണ്ടുപോകാൻ മുതലാളി തന്ത്രം മനഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. എന്തൊക്കെയാ വാഗ്ദാനം നൽകിയേ? ഈ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ അങ്ങ് പുറകിൽ നിന്ന് ഒന്നാമതാണ്. അതുകൊണ്ട് ഞാൻ ഇതാ കേരളം വിടാൻ പോകുന്നു, കിഴക്കമ്പലം വിടാൻ പോകുന്നു. അപ്പൊ ആളുകൾ ഓർത്തു, 28ാം സ്ഥാനത്താണല്ലോ, അപ്പോൾ അങ്ങ് പോവുകയാണോ? വലിയ കോട്ടൊക്കെ ഇട്ട് കുറെ പേര് എയർപോർട്ടിൽ ചെന്നപ്പോഴേക്കും എല്ലാ ചാനലുകളും ലൈവ്, 2020 കേരളം വിടുന്നു, അങ്ങ് ആന്ധ്രയിൽ തെലങ്കാനയിലേക്ക് പോവുകയാണ്. തെലങ്കാനയിൽ നിന്ന് ആരോ ഇവിടെ വന്നു എന്നൊക്കെ പറയുന്നു, അങ്ങ് ക്ഷണിച്ചു എന്ന് പറയുന്നു, പോകുന്നു. അന്ന് അവിടെ BRS ഗവൺമെന്റ് ആണ്. ഇദ്ദേഹം അങ്ങ് അവിടെ പോയി കാല് കുത്തിയ ദിവസം പിന്നെ അടുത്ത മാസം അവിടെ തെരഞ്ഞെടുപ്പ്. ആ BRS എന്ന പാർട്ടി പൊളിഞ്ഞ് സീറ്റിന്റെ കാര്യത്തിൽ ദയനീയ പ്രകടനമായി മാറി. ഭരണം നഷ്ടപ്പെട്ട് ഇപ്പോൾ അപ്രസക്തമായിട്ടുള്ള പാർട്ടിയായിട്ട് മാറി. ഒരു സിനിമയിൽ ജഗതി ഒരു മാൻഡ്രേക്ക് കൊടുക്കുന്നില്ല ഒരു തല, അതുകൊണ്ടേ വച്ചാൽ എവിടെയും കഷ്ടകാലം എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ അങ്ങ് വിളിച്ചു കൊണ്ടുപോയ തെലങ്കാനയിലെ ഗവൺമെന്റ് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ കേരളത്തിലോ കഴിഞ്ഞ വർഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 28ാം സ്ഥാനത്ത് നിന്ന് 15ാം സ്ഥാനത്ത് വന്നു. ഈ വർഷം നമ്മൾ വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ എത്രാമതായി? 1ാം സ്ഥാനത്ത് വന്നു ഈ കേരളം. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും സ്വാതന്ത്ര്യ സമരകാലത്തും 1ാം സ്ഥാനത്തായിരുന്ന ഗുജറാത്തിനെയും മഹാരാഷ്ട്രയെയും എല്ലാം പിന്നിലാക്കി വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ ഈ കേരളം രാജ്യത്ത് 1ാമതായി മാറുമ്പോ 2020 മുതലാളി അങ്ങ് ഈ നേട്ടങ്ങളെ തള്ളിക്കളയുവാനും മാറി നിന്ന് പുച്ഛിക്കുവാനും തയ്യാറാകുമ്പോ അന്തസ്സോടെ ഞങ്ങൾ പറയുകയാണ്, വേൾഡ് ട്രേഡ് സെന്റർ ഉൾപ്പെടെ ഈ ലോകത്തിലെ വൻകിട നിക്ഷേപകർ ഈ കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ വന്ന് കാത്തു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായി ഈ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. 3 മാസം മുമ്പ് ഈ എറണാകുളത്ത് വെച്ച് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി. ആ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ 195,000 കോടി രൂപയുടെ നിക്ഷേപമാണ് സ്പോൺസർ ചെയ്യപ്പെട്ടത്. പണ്ട് നമുക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, പല ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലും പല പ്രഖ്യാപനം ഉണ്ടാകും, പക്ഷെ ഒന്നും വരുന്നില്ല എന്നതായിരുന്നു നമുക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം. പ്രിയപ്പെട്ടവരെ, ഈ 3 മാസത്തിനുള്ളിൽ 195,000 കോടി രൂപയിൽ 38,000 കോടി രൂപയുടെ വികസനം ഈ കേരളത്തിൽ വന്നിരിക്കുകയാണ്. നിക്ഷേപകരെല്ലാം വന്ന് കേരളം നിക്ഷേപത്തിന് പറ്റിയ ഏറ്റവും മികച്ച മണ്ണാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നു. അങ്ങനെ പറയാനുള്ള കാരണം
പശ്ചാത്തല വികസന രംഗത്ത് വന്നിരിക്കുന്ന വിപ്ലവകരമായ മാറ്റം തന്നെയാണ്. നമുക്കറിയാം UDFന്റെ 5 കൊല്ലം 2011-16 വയൽക്കിളികളുടെ സമരം, കിഴാറ്റൂർ സമരം, നെഞ്ചത്ത് ഗ്യാസ് കുറ്റി കെട്ടിവെച്ച് സമരം, റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച് സമരം. ദേശീയവാദം ഒരിക്കലും ഈ കേരളത്തിൽ വരില്ല, ഞങ്ങൾ ഓഫീസ് പൂട്ടി തിരിച്ചു പോവുകയാണെന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച ദേശീയവാദ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ, നമുക്ക് ഓർമ്മയുണ്ട് ആ പത്രസമ്മേളനം. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ഭൂമി ഏറ്റെടുക്കൽ ഈ കേരളത്തിൽ നടക്കില്ല, ഞങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി അവർ തിരിച്ചു പോയത് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഏറ്റവും ആദ്യം ഡൽഹിക്ക് പോയപ്പോൾ നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തി. ദേശീയപാത കേരളത്തിന് വേണം, 28 സംസ്ഥാനങ്ങളിൽ 27-ലുമുള്ള ദേശീയപാത ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായി ആവശ്യപ്പെട്ടു. അപ്പൊ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ കേന്ദ്രത്തിന് സഹായിക്കാൻ കഴിയില്ല. അപ്പോൾ കേരളം പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. 5580 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്ത് കൃത്യമായി മുടക്കി ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. വരുന്ന മാർച്ച് മാസം അത് ഈ നാടിന് സമർപ്പിക്കും. കേരളത്തിന്റെ മുഖം മാറുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഇടപ്പള്ളിയിൽ നിന്ന് പറവൂർക്ക് പോകുന്ന റൂട്ട് തന്നെ നോക്കുക. എത്ര 60 അടി വീതിയിൽ, അത് ഭാവിയിൽ 75 അടി വീതിയാക്കി മാറ്റാൻ പാകത്തിന് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ദേശീയപാതയുടെ പണി പുരോഗമിക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇന്ത്യയിൽ കേരളം ഒഴികെ ഒരൊറ്റ സംസ്ഥാനവും നയാ പൈസ ഇത്തരത്തിൽ ദേശീയപാത വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല. കേരളം മാത്രമാണ് 5580 കോടി രൂപ മുടക്കി ഈ വികസന പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. അത് മാത്രമാണോ? നമുക്കറിയാം ഈ കേരളത്തിൽ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം. എല്ലാ രംഗത്തും മാറ്റം വരികയാണ്. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ജലമെട്രോ, അതുപോലെ AI ക്യാമറ, K-ഫോൺ, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ, 5500 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്. അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങൾ, വികസിത രാജ്യങ്ങളെ തോൽപ്പിക്കുന്ന തരത്തിൽ ആരോഗ്യ രംഗത്തുണ്ടായ നേട്ടങ്ങൾ, അതുപോലെ നിരവധി മേൽപ്പാലങ്ങൾ, ലെവൽ ക്രോസുകൾ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ, സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് കേരളം കുതിച്ചു മുന്നേറുന്ന കാഴ്ച നാം കാണുകയാണ് കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ. ഈ മുതലാളിയുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം 10 കൊല്ലത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഈ സാബു ജേക്കബിന് കഴിയുമെങ്കിൽ അന്ന് ആ നിമിഷം നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചു പോകാം. ലൈഫ് പദ്ധതി നിങ്ങൾക്കറിയോ? അടച്ചുറപ്പുള്ള ഒരു വീട് ഓരോരുത്തരുടെയും സ്വപ്നമാണ്. ആ അടച്ചുറപ്പുള്ള വീട് 5.5 ലക്ഷം പേർക്കാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഈ കേരളത്തിൽ വീട് നിർമ്മിച്ചു കൊടുത്തത്. ആ വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോ നമുക്കെല്ലാം അഭിമാനത്തോടെ പറയാൻ പറ്റും, അമേരിക്കയിൽ ഒരു പത്രമുണ്ട്, വാഷിംഗ്ടൺ പോസ്റ്റ്. ലോകത്തെല്ലായിടത്തും ഇറങ്ങുന്ന ഒരു പത്രമാണ്. ആ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഫസ്റ്റ് പേജിൽ വന്ന വാർത്ത എ കമ്മ്യൂണിസ്റ്റ് സക്സസ് ലാൻഡ് എന്നതാണ് കേരളത്തെ കുറിച്ച്. തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോ വെച്ചുള്ള വാർത്തയാണ്. കമ്മ്യൂണിസം വിജയിച്ച ലോകത്തിലെ ഒരു നാട്, എല്ലാവർക്കും അടച്ചുറപ്പുള്ള മനോഹരമായ വീട്, ഉറപ്പുള്ള വീട് ഉറപ്പ് വരുത്തുന്ന ഇന്ത്യയിലെ ഏക പ്രദേശമായി ഈ കേരളം മാറുകയാണ്. അപ്പൊ ഇവിടെ മുതലാളി എന്താ ചെയ്യുന്നത്? മുതലാളിയുടെ വീടിന്റെ പേര് ഗോഡ്സ് വില്ല. കേൾക്കുമ്പോൾ ഓ ദൈവത്തിന്റെ വില്ല. എങ്ങനെയാ? 600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്. ആ വീടിന് എന്താ പുള്ളി വില പറയുന്നത്? 16.5 ലക്ഷം അല്ലെങ്കിൽ 14.5 ലക്ഷം എന്നതാണ് പറയുന്നത് 600 സ്ക്വയർ ഫീറ്റിന്. ഇവിടെ വീട് പണിയുന്ന പലരും ഉണ്ടല്ലോ, നമുക്കറിയാം. 600 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് എന്നിട്ട് പറയുകയാണ് 4.5 ലക്ഷം ഗവൺമെന്റിന്റെ ലൈഫിന്റെ തുക, 3 ലക്ഷം ഓരോ ഗുണഭോക്താവിൽ നിന്നും മേടിക്കും. എന്നിട്ട് അവിടുന്ന് പഞ്ചായത്തിന്റെ കേന്ദ്രത്തിന്റെ ഒക്കെ വിഹിതം. അവസാനം ചോദിച്ചപ്പോ ഈ മുതലാളിയുടെ വിഹിതം എവിടെയാ? ഇതൊക്കെ കൂടുന്നതാണ് ഗോഡ്സ് വില്ല. എന്നാൽ പിന്നെ അതിന് ലൈഫ് എന്നല്ലേ പേരിടേണ്ടത്? ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമല്ലേ? ആ തരം ചോദ്യം എന്നോട് ചോദിച്ചാൽ ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട് എന്നാണ് പറയുന്നത് ചോദ്യം ചോദിക്കുന്നവരോട്. എറണാകുളം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുമ്പോ ചങ്കുറപ്പുള്ള മാധ്യമ പ്രവർത്തകർ, നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഈ ലൈഫ് പദ്ധതിയിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഗോഡ്സ് വില്ല എന്ന് പേരിട്ടിരിക്കുന്നത്? നിങ്ങൾ ഗോഡ്സ് വില്ല എന്ന് പേരിട്ടാൽ നിങ്ങളല്ലേ അതിന് പണം മുടക്കേണ്ടത്? ലൈഫ് പദ്ധതിയുടെ 4.5 ലക്ഷവും ഗുണഭോക്താവിൽ നിന്ന് മേടിക്കുന്ന 3 ലക്ഷവും അതുപോലെ പഞ്ചായത്ത് കേന്ദ്ര വിഹിതവും കൂടി കൂട്ടിയോജിപ്പിച്ചിട്ട് എന്തിനാണ് മുതലാളിയുടെ പേരിന്റെ ഒരു സംഭാവന എന്ന് ചോദിച്ചപ്പോ ഉത്തരം മുട്ടി കൊഞ്ഞനം കാണിച്ച് തിരിച്ചുപോയ മുതലാളി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്, ജനാധിപത്യ കേരളത്തിന് അപമാനമായി മാറിയത് നമ്മൾ കാണുകയാണ്. ഇപ്പോഴും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീട് പേര് മാറ്റി ഓൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൊതുവിദ്യാഭ്യാസം 5500 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്.
നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന നേട്ടങ്ങൾ നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് നമ്മളെല്ലാം പണ്ട് ഉച്ചക്കഞ്ഞി എന്നൊക്കെ പറയും. ഇപ്പൊ ഉച്ചയ്ക്ക് നല്ല വിഭവസമർത്ഥമായിട്ടുള്ള ചോറ്, നിരവധി കറികൾ, പാഠപുസ്തകം ഫ്രീ, യൂണിഫോം ഫ്രീ. യൂണിഫോം തയ്ക്കുന്നതിനുള്ള പണം കൂടി ഒരു കവറിലിട്ട് തരും. ഏത് 600 രൂപ ഒരു യൂണിഫോം തയ്ക്കാനുള്ള കൃത്യമായി തുക. അതുപോലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രംഗത്ത് മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന, എല്ലാവരുടെയും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമായി കേരളം മാറി. നമുക്ക് എപ്പോഴും ഒരു ആക്ഷേപമുണ്ട്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നേട്ടങ്ങളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ശാംശീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ് പഠിക്കാൻ. അങ്ങനെ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു ചെറുപ്പക്കാർ. അത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ കോട്ടമാണ് എന്ന് ചിത്രീകരിക്കുന്നു. അപ്പൊ അടുത്ത കാലത്ത് ഒരു കണക്ക് വന്നു. പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന ശതമാനം എടുത്തു പരിശോധിച്ചാൽ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഈ കേരളം ഇല്ല. നമ്മുടെ കുട്ടികൾ പണ്ടും പോകാറുണ്ട് വിദേശത്തേക്ക്, ജോലിക്ക് പോകാറുണ്ട്. ഈ കേരളത്തിന്റെ വരുമാനം, പ്രവാസി വരുമാനം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് അടുത്ത കാലത്തുണ്ടായ മാറ്റമൊന്നുമല്ല. അത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ പുരോഗതിയുടെ ഭാഗമായി ഉണ്ടായ നേട്ടത്തിന്റെ ഭാഗമായി തന്നെയാണ് കുട്ടികൾ വിദേശത്തേക്ക് പഠനത്തിനും ജോലിക്കും എല്ലാം പോകുന്ന സാഹചര്യം. എന്നാൽ ഇന്ന് എന്താ സ്ഥിതി? ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഹബ്ബായി ഈ കേരളം മാറി. നിങ്ങൾക്കറിയോ, കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 2620 ആണ്. 81 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ ഈ കൊച്ചു കേരളത്തിലെ ഈ തിരുവനന്തപുരത്തുള്ള കേരള യൂണിവേഴ്സിറ്റിയിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. ലോക ഭൂപടം എടുത്ത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരു 161 രാജ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയൂ. ഒരു മാക്സിമം പോയ ഒരു 180 കുത്തും കോമയൊക്കെ ആ രൂപത്തിലുള്ള രാജ്യങ്ങൾ കണ്ടാൽ, ആ 180 രാജ്യങ്ങളിൽ 81 രാജ്യങ്ങളിലെ കുട്ടികൾ ഈ കൊച്ചു കേരളത്തിൽ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര ചരിത്രപരമായ നേട്ടം ഈ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ? കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഈ കുസാറ്റിൽ പഠിക്കുകയാണ്. MG യൂണിവേഴ്സിറ്റി കോട്ടയം 590 കുട്ടികൾ വിദേശ വിദ്യാർത്ഥികളാണ്. 50ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് കൃത്യമായിട്ടുള്ള കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ ലോകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. പത്രങ്ങളിൽ നിങ്ങൾക്ക് ഈ വാർത്ത വായിക്കാൻ പറ്റില്ല. മുടക്കിയെങ്കിൽ ഇന്നത് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നു എന്ന് പറയാൻ ഈ മാനേജ്മെന്റിന് കഴിയുമോ? കിറ്റെക്സ് മാനേജ്മെന്റിന് കഴിയോ? 2020 കഴിയോ? ഈ നമുക്കറിയാം, കടയിരിപ്പിലെ സ്കൂള്, ഗവൺമെന്റ് സ്കൂള്, ആ ഏറ്റവും ദേശീയ നിലവാരത്തിലുള്ള സ്കൂളാണ്. ആ സ്കൂള് ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ എന്തെങ്കിലും ചെയ്യുന്നത് മറ്റ് വ്യവസായ സ്ഥാപനങ്ങളാണ് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്, സിന്തൈറ്റ് ഉൾപ്പെടെ. നമുക്കറിയാം 2020 നയാ പൈസ ഇന്ന സ്കൂളിന് മുടക്കി, ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുടക്കി എന്ന് പറയാൻ ഈ സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. മറിച്ച് ഗവൺമെന്റിനെ ആക്ഷേപിക്കൽ മാത്രം തൊഴിലാക്കി മാറ്റിവരല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആരോഗ്യരംഗം, നമുക്കറിയാം, ആരോഗ്യരംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് അടുത്ത കാലത്ത് സൃഷ്ടിച്ചത്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന ഒരു വാർത്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഒരു പ്രത്യേക കാര്യത്തിൽ നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി. ഏതായിരുന്നു അത്? ഒരു പ്രത്യേക കാര്യം, ആരോഗ്യരംഗത്തെ നേട്ടം നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി. ശിശു മരണ നിരക്ക് 1 ലക്ഷം കുട്ടികൾ മരിക്കുമ്പോൾ ഇത്ര കുട്ടികൾ, 1 ലക്ഷം കുട്ടികൾ ജനിക്കുമ്പോൾ ഇത്ര കുട്ടികൾ മരണപ്പെടും എന്നതാണ് ഒരു കണക്ക്. രാജ്യത്തിന്റെ ശരാശരി, കേരളത്തിന്റെ ശരാശരി, അമേരിക്കയുടെ ശരാശരി തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അമേരിക്കയെ പിന്നിലാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 30,000 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി കേരളം ഓരോ വർഷവും മാറ്റിവെക്കുന്നത്. 12 പേരെ എടുത്താൽ അതിലൊരാൾക്ക് സൗജന്യ ചികിത്സയാണ്. അവസാനത്തെ 3 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് അവാർഡ് കൊടുക്കുന്നു. ഇത്രയധികം സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം 1ാം സ്ഥാനം കേരളത്തിന്. ഇവിടെ എത്രയോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. നമ്മുടെ ആശുപത്രികൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളെല്ലാം എത്ര അത്യാധുനിക സൗകര്യങ്ങളുമായി മാറുന്നു. ഞങ്ങളുടെ ഭരണസമിതി ഈ പഞ്ചായത്തിൽ ഇന്ന തരത്തിൽ ആരോഗ്യരംഗത്ത് ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഈ 2020 കഴിയുമോ? 10 കൊല്ലമായില്ലേ കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നു. ഇന്ന ആശുപത്രിയിൽ ഞങ്ങൾ ഇത്ര മുടക്കി എന്ന് പറയാൻ കഴിയുമോ? പഞ്ചായത്ത് മുതലാളി പറയുന്നത് എന്താ? ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി ലാഭത്തിലാന്ന്. മീൻ കച്ചവടം നടത്തുന്നത് പോലെയാ പറയുന്നത്. ഒരു പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ ആസൂത്രണത്തിന് വേണ്ടി കിട്ടുന്ന ഫണ്ടാണ്. ആ ഫണ്ട് പല വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ബജറ്റ് രൂപത്തിൽ തയ്യാറാക്കും. എന്നിട്ട് അതിനുവേണ്ടി പണം മുടക്കും. കൃത്യമായി എത്ര മുടക്കിയാലും നമുക്കറിയാം കൂടുതൽ മുടക്കേണ്ടി വരും. അതായത് ആ ബജറ്റിൽ ഉൾപ്പെടുത്തുന്ന മുഴുവൻ പദ്ധതികളും നടപ്പാക്കുക എന്നത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ ലാഭം എന്ന് പറഞ്ഞാൽ ആ ആസൂത്രണം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ കിഴക്കമ്പലം
പ്രഖ്യാപിച്ച പദ്ധതികളിൽ 50% നടന്നിട്ടില്ല. ഐക്യനാട് പ്രഖ്യാപിച്ച പദ്ധതികളിൽ പകുതി പോലും നടന്നിട്ടില്ല. കുന്നത്തുനാട്ടിലും മഴുവന്നൂരിലും എല്ലാം ഇത് തന്നെയാണ് സ്ഥിതി. അതായത് ഒരാസൂത്രണവുമില്ല, ഒരു പുതിയ പദ്ധതിയുമില്ല, ഒരു തരത്തിലും ജനങ്ങൾക്ക് ആശ്വാസപ്രദമാകുന്ന തരത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്നതാണ് അർത്ഥം. എന്നിട്ട് പറയുന്നതോ ലാഭത്തിലാണെന്ന്. ഒരു പഞ്ചായത്തിൽ ഒരു വർഷം വികസനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പണം കൃത്യമായി നടപ്പാക്കാതെ ലാപ്സായി പോകുന്നതിനെ ലാഭത്തിലാണ് എന്ന് പറഞ്ഞാൽ അത് വാർത്തയാക്കി മാറ്റുന്ന മനോരമയെ അടക്കം നമ്മൾ കണ്ടാൽ പരിതപിക്കാനേ നമുക്ക് മാർഗമുള്ളൂ. അത്തരത്തിൽ വലിയ വാർത്തയാക്കി കൊടുക്കുന്ന ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും നമ്മൾ കാണുകയാണ്. അടുത്ത കാലത്ത് ഇത്ര ദയനീയമായിട്ടുള്ള പ്രകടനം ഈ സമീപ പഞ്ചായത്തുകളിൽ ഒന്നുമില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയതിന്റെ ഒരു പട്ടിക സംസ്ഥാന ഗവൺമെന്റ് പുറത്താക്കാറുണ്ട്. അതിലോ 941 ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും പിറകിലാണ് 2020 ഭരിക്കുന്ന 4 പഞ്ചായത്തുകളുമെന്ന് കൃത്യമായി ആ ഡേറ്റ പരിശോധിച്ചാൽ, കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് പിന്നെ ഇവരെന്ത് ഭരണം നടത്തുന്നത് അവർക്ക് വേണ്ടി, 2020ക്ക് വേണ്ടി, 2020 തന്നെ ഭരിക്കുന്ന ഒരു ഭരണമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ, കിഴക്കമ്പലം പഞ്ചായത്തിലെ 6ാം വാർഡ്, 10, 11, 12 അങ്ങനെ 4 വാർഡുകളിലാണ് കിറ്റ സ്ഥാപനങ്ങൾ മുഴുവൻ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥിതി നിരവധി കെട്ടിടങ്ങളാണ് ഈ വാർഡുകളിൽ. കമ്പനി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ്, അതിന്റെ കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയില്ല. ഓരോ ദിവസവും നിർമ്മാണ പ്രവർത്തനമാണ്. എത്രയുണ്ട് ഈ സ്ക്വയർ ഫീറ്റ്? ആർക്കും അറിയില്ല. ഏതെങ്കിലും ഒരു ഫയല് ഉണ്ടോ? ആർക്കും അറിയില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൽ രേഖയുണ്ടോ? ഒരാൾക്ക് പോലും അറിയില്ല. എത്രയാണ് അവർ ടാക്സ് അടയ്ക്കുന്നത്? ഒരു തരത്തിലും അറിയില്ല. അതുപോലെ തന്നെ എത്രയാണ് നികുതി? ഒരാൾക്കും അറിയില്ല. ഇത്തരത്തിൽ ആ കമ്പനികൾക്ക് ലാഭത്തിൽ പ്രവർത്തിക്കാൻ, എല്ലാ തരത്തിലുള്ള നികുതികൾ നിഷേധിക്കാൻ, ഏതെങ്കിലും തരത്തിൽ ആളുകൾ രേഖ ചോദിച്ചാൽ അവരെ അപകീർത്തിപ്പെടുത്താൻ, അത്തരത്തിൽ അരാജക പ്രവണതയുടെ കേന്ദ്രമാക്കി പഞ്ചായത്തിനെ മാറ്റാൻ വേണ്ടി അവസാനം ഭരണം കിട്ടിയാലേ പറ്റൂ എന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ്. അതിനുവേണ്ടി ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കുന്നു, അതിനുവേണ്ടി ഒരു ഭരണം പിടിക്കുന്നു, അതിനുവേണ്ടി മോഹനസുന്ദര വാഗ്ദാനം കൊടുക്കുന്നു, ജനങ്ങളെ കബളിപ്പിക്കുന്നു. ആ ഭരണത്തിന്റെ ഒരു സാഹചര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴോ ആ ഭരണം നിലനിർത്തണം. എന്താ 2020 പറഞ്ഞ്? ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, ചിഹ്നം അലോട്ട് ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കിഴക്കമ്പലത്ത് ചില പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുടെ ഭാഗമായി ഞങ്ങൾ കിഴക്കമ്പലത്ത് മാത്രം മത്സരിക്കുന്നു. അപ്പൊ ചില ആളുകൾ പറഞ്ഞു കിഴക്കമ്പലത്ത് മാത്രമല്ലേ, അപ്പൊ സേവനം ചെയ്യാൻ വേണ്ടി തന്നെയാണ് സംഘടന. കിഴക്കമ്പലത്ത് മാത്രമാണോ? സമീപ പഞ്ചായത്തുകൾ മത്സരിച്ചു, നിയമസഭയിൽ മത്സരിച്ചു, ലോകസഭയിൽ മത്സരിച്ചു, ഇപ്പൊ പല നിയമസഭകളിൽ മത്സരിച്ചു. എറണാകുളം ജില്ലയിൽ തന്നെ പകുതിയിലധികം നിയമസഭയിൽ മത്സരിച്ചു. അപ്പോ പുള്ളിയുടെ വാക്കും മുതലാളിയുടെ വാക്കും പഴയ ചാക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന രൂപത്തിലേക്ക് തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ, അത് വിപുലപ്പെടുത്താൻ, കൃത്യമായി നികുതി കൊടുക്കാതിരിക്കാൻ, അൺഓതറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് കുറെ കെട്ടിടങ്ങൾ പണിയാൻ, ഒരനുവാദവും മേടിക്കാതെ തോന്നിവാസം കാണിക്കാൻ വേണ്ടി ഈ ജനങ്ങളെ കരുവാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. എന്നിട്ടോ ഈ ഗവൺമെന്റിനെ അങ്ങ് ആക്രമിക്കും, CPM-നെ അങ്ങ് ആക്രമിക്കും. എന്നിട്ട് ഞാൻ വലിയ പുള്ളിയാണെന്ന് പറയും. ഏതെങ്കിലും തരത്തിൽ ഒരു സേവനം അദ്ദേഹം പൊതുസമൂഹത്തിന് ചെയ്ത കാര്യം നമുക്ക് പറയാൻ കഴിയുമോ? ഇപ്പൊ പറയാം. നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈയിൽ കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയ 3 വാർഡുകൾ പിറ്റേ ദിവസം ഇല്ലാതായി. അത്താഴം കഴിഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങിയ അച്ഛനമ്മമാരും കുട്ടികളും 500-ലധികം പേരെയാണ് മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ 3ാമതായിരുന്നു അവിടെ നടന്നത്. നയാ പൈസ കേന്ദ്രം നമുക്ക് തന്നില്ല. നമ്മൾ പലതവണ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞു പണത്തിന്റെ കുറവ് കൊണ്ട് ഈ നാട് പുനർനിർമ്മിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊക്കെ കുട്ടിയെ എടുത്ത് ഉമ്മ വച്ച് റീൽ നിർമ്മിച്ചു പറഞ്ഞു. പക്ഷേ ഈ കഴിഞ്ഞ മാസം വരെ നയാ പൈസ നമുക്ക് തരാതെ പോയ സാഹചര്യത്തിലും കുട്ടികൾ കുടുക്ക പൊട്ടിച്ചും ഉമ്മമാർ ആടിനെ വിറ്റും കഷ്ടപ്പെട്ടെടുത്ത് പണിയെടുത്ത് ആ പണം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ച് ഗവൺമെന്റ് സംവിധാനം ഉണർന്നു പ്രവർത്തിച്ച് ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ 524 വീട് നഷ്ടപ്പെട്ടവർക്കും വീട് നിർമ്മിച്ച് ആ നാട് പുനർനിർമ്മിക്കുകയാണ്. ആശുപത്രിയും സ്കൂളും മറ്റാരോഗ്യ കേന്ദ്രങ്ങളും ജിമ്മും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും എല്ലാം ഉറപ്പുവരുത്തി ആ നാടിനെ പുനർനിർമ്മിക്കുകയാണ്. അങ്ങനെ എത്രയോ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടു. എവിടെയെങ്കിലും 2020 നിങ്ങൾ കണ്ടോ? നയാ പൈസ 2020 ഇതിന്റെ ഭാഗമായി പിരിക്കുന്നത് കണ്ടോ? പിരിക്കുന്നത് നമ്മൾ കണ്ടു.
ഒരിക്കലും പണം പിരിക്കില്ല, രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അനധികൃത പിരിവാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച മുതലാളി ഈ കൃത്യമായി ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ പണം പിരിച്ചു. അതേപോലെ തന്നെ 2018 പ്രളയത്തിന്റെ പേരിൽ പണം പിരിച്ചു. ഈ പണം നയാ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തില്ല. റിസീപ്റ്റ് കൊടുത്ത് പണം പിരിച്ചു. 1 രൂപ പോലും ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് കൊടുത്തില്ല. എല്ലാം മുക്കി. ഈ മുതലാളിയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ റിസീപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പിരിച്ച പണത്തിന്റെ കണക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എത്ര രൂപ പിരിച്ചു? എത്ര രൂപ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കിട്ടി? നിങ്ങൾ ഏത് തരത്തിൽ ആ പണം വിനിയോഗിച്ചു? ഏതെങ്കിലും തരത്തിൽ സുതാര്യമായി ആ കണക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് മാത്രമല്ല, മഴവന്നൂരും ഐക്യനാടും കിഴക്കമ്പലത്തുമെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് ഒരു വലിയ നോട്ടീസ് ഇറക്കുകയാണ്. നാട്ടിലെല്ലാം LED ലൈറ്റ് ഇടണം. പഞ്ചായത്ത് ലൈറ്റ് ഇടും, ഗവൺമെന്റ് സംവിധാനം PWD ലൈറ്റ് ഇടും. അതൊന്നും പോരാ, അതിന് വെട്ടമില്ല. അതുകൊണ്ട് മുതലാളി തന്നെ ഒരു പദ്ധതി, സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച്. ലക്ഷങ്ങൾ കൊടുത്തവർ, അതുപോലെ 10,000 കൊടുത്തവർ കമ്പനികളിൽ നിന്നെല്ലാം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് പുള്ളി അവിടെ ഇവിടെ ലൈറ്റ് ഇട്ടു എന്നാണ് പറയുന്നത്. പഞ്ചായത്ത് ഫണ്ട് ലാഭമാണ്, ഇത്ര കോടി രൂപ ഞാൻ മിച്ചം വെച്ചു എന്ന് പറയുന്ന ആളാണ്. ജനങ്ങൾക്ക് ഇറങ്ങി, കമ്പനികളിൽ ഇറങ്ങി കൃത്യമായി പച്ചയ്ക്ക് പണപ്പിരിവ് നടത്തിക്കൊണ്ട് എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ആ മുതലാളിയുടെ ഒരു പ്രസംഗം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ഒരു 2 കോടി രൂപയെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഓപ്പൺ ആയിട്ടൊരു പ്രസംഗം ഇപ്പൊ പൊതുസമൂഹത്തിലുണ്ട്. എന്തൊക്കെയാണോ പറയുന്നത് അതിന് വിരുദ്ധമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ഗുണ്ടായുസമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, തിരുവാണിയൂർ വന്ന് അതൊന്ന് ഇളക്കി നോക്കി. പക്ഷെ ഇവിടെ നല്ല കരുത്തുറ്റ പാർട്ടിക്കാരുടെ മുന്നിൽ ആ ഇളക്ക് അത്രയങ്ങ് ഏറ്റില്ല. ആ മുതലാളി വന്ന വരവിൽ തലയിൽ തുണിയിട്ട് ഓടേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. നമ്മൾ ഇതത്ര കണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, കടമനിട്ട പാടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായി. നമ്മൾ ഓർക്കുക, നമ്മൾ എങ്ങനെ നമ്മളായി. വഴി നടക്കാൻ, മാറുമറയ്ക്കാൻ, ചെരുപ്പ് ധരിക്കാൻ, വെള്ളമുണ്ടെടുക്കാൻ, ഇതുപോലെ പൊതുയോഗങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ. ഈ നാട് ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട നാടായിരുന്നു. വിവേകാനന്ദൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് കേരളത്തിലെത്തിയപ്പോ ഈ നാടിനെ നോക്കി മാത്രമാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ആ ഭ്രാന്താലയം എങ്ങനെയാണ് മനുഷ്യാലയമായി മാറിയത്? ആ മനുഷ്യാലയം എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത്? ഇന്ന് ലോകത്ത് കണ്ടിരിക്കേണ്ട 12 പ്രദേശങ്ങളിൽ ഒന്നായി ഈ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ സാംസ്കാരിക നായകന്മാർ, നവോത്ഥാന ശക്തികൾ, ക്രിസ്ത്യൻ മിഷണറിമാർ, ഇസ്ലാം നവോത്ഥാന സംഘടനകൾ കൊളുത്തിയ ദീപം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും ത്യാഗോജലമായ ഇടപെടലാണ് ഇന്ന് കാണുന്ന ഈ മനോഹരമായ കേരളത്തെ, ദൈവത്തിന്റെ സ്വന്തം നാടിനെ നിർമ്മിച്ചിരിക്കുന്നത്. ആ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാൻ മുതലാളിയും ചില ഗുണ്ടകളും ഇന്നലത്തെ മഴയിൽ കുളിർത്ത ചില തകരകളും ഇറങ്ങിത്തിരിച്ചാൽ പോടാ പുല്ലേ എന്ന് അന്തസ്സോടെ പറയാൻ ശേഷിയുള്ള പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് ഇന്ന് കാണുന്ന കേരളത്തിനായി. അന്ന് 1924-25 വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് ആ സമരപ്പന്തലിലേക്ക് വന്ന മഹാത്മാഗാന്ധി ആ സമരത്തിന് ആധ്യക്ഷം വഹിച്ച സാക്ഷാൽ അയ്യങ്കാളിയോട് ചോദിച്ചത്, മിസ്റ്റർ അയ്യങ്കാളി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അയ്യങ്കാളി പറഞ്ഞ മറുപടി, എന്റെ സമുദായത്തിൽപ്പെട്ട 10 പേരെങ്കിലും BA പാസ്സായി കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന. അയ്യങ്കാളിയുടെ സമുദായത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കൂളിന്റെ 7 അയലക്കത്ത് പോലും പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇന്നോ ഈ കേരളത്തിൽ നിന്ന് ഒരാൾ പഠിച്ച് വളർന്ന് വലുതായി ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായി, രാഷ്ട്രപതിയായി മാറി അയ്യങ്കാളിയുടെ സമുദായത്തിൽ നിന്ന്. ആരാണ് ഈ കേരളത്തിൽ നിന്ന് വളർന്ന് വലുതായി ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായി മാറിയ? നമുക്കറിയാം, സാക്ഷാൽ KR നാരായണൻ. പഠിച്ചു വളർന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി മാറി അയ്യങ്കാളിയുടെ സമുദായത്തിൽ നിന്ന് ഒരാൾ, സാക്ഷാൽ KG ബാലകൃഷ്ണൻ. ഇന്ന് ലോകത്തെ ഏതു പദവിയും അലങ്കരിക്കാൻ പാകത്തിന് ഈ നാട്ടിലെ സാധാരണക്കാരെ വളർത്തി വലുതാക്കിയ, പഠിച്ചു മുന്നേറാൻ അവസരമൊരുക്കിയ, ഒരു തരത്തിലും സാമൂഹ്യ ചൂഷണമില്ലാതെ അന്തസ്സോടെ നിവർന്നു നിൽക്കാൻ ശേഷിയുണ്ടാക്കിയ പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഓൻ വെല്ലുവിളിച്ചങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പൊ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ നടത്തിയ ത്യാഗം. ഇവിടെ ആരാ ഇത്തരത്തിലൊരു ത്യാഗം അനുഭവിച്ചിരിക്കുന്നത്? MLA നഷ്ടപ്പെട്ട പ്രസ്ഥാനം, പഞ്ചായത്ത് പ്രസിഡന്റിന് നഷ്ടപ്പെട്ട പ്രസ്ഥാനം, മുനിസിപ്പൽ ചെയർമാന് നഷ്ടപ്പെട്ട പ്രസ്ഥാനം, ജില്ലാ പഞ്ചായത്ത് അംഗത്തെ നഷ്ടപ്പെട്ട പ്രസ്ഥാനം. എന്തിന്? CPM തലമുതിർന്ന നേതാക്കന്മാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, LDF കൺവീനർ അടക്കം
പരമോന്നത സ്ഥാനം അലങ്കരിക്കുമ്പോഴും ഈ നാടിന് വേണ്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിരവധി രക്തസാക്ഷികളുടെ പ്രസ്ഥാനം, 750ഓളം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഷ്ടപ്പെട്ട പ്രസ്ഥാനം, ആ CPM-നെയാണ് ഈ മുതലാളി പണത്തിന്റെ ഉങ്ക് കൊണ്ട് വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്. അവൻ പറയുന്നത് ഞാനങ്ങ് തകർത്ത് കളയും എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളതോ, ഈ നാട് ഒരിക്കലും ഈ പ്രസ്ഥാനത്തെ കൈവിടില്ല. കാരണം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം അവസാനിപ്പിച്ച് സമത്വ സുന്ദരമായ ലോകം കെട്ടിപ്പടുക്കാൻ, അവരുടെ ദുഃഖമായാലും സന്തോഷമായാലും അവരോടൊപ്പം ഓടിയെത്തി അവരോടൊപ്പം എന്നും നിലനിൽക്കുന്ന പ്രവർത്തകരുടെ പ്രസ്ഥാനം CPM-നെ അങ്ങ് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ ഇദ്ദേഹത്തിന്റെ കിറ്റ് രാഷ്ട്രീയം കൊണ്ട് സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞങ്ങൾ ചിലതൊക്കെ കരുതി വച്ചിട്ടുണ്ട്. കാലം ഒന്നിനും പകരം ചോദിക്കാതെ കടന്നുപോയിട്ടില്ല. നമുക്കറിയാം, അടുത്ത കാലത്തുണ്ടായ സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയാലോ. പാവപ്പെട്ട DYFI-കാരൻ ഓരോ വീടും കയറി ഇറങ്ങി ആ വീട്ടുകാരെ കണ്ട് ഈ മെഡിക്കൽ കോളേജിലെ കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, മാറാരോഗികൾ, അവരുടെ ആ രോഗാവസ്ഥയിൽ അവരുടെ കൂട്ടിരിപ്പുകാർക്കും രോഗിക്കും കൊടുക്കാൻ ഒരു പൊതിച്ചോറ് വേണം, ഞങ്ങൾക്ക് ഇന്ന ദിവസം ഞങ്ങൾ വരും അമ്മേ അച്ഛ എന്ന് പറയുമ്പോ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും അവരുടെ അധ്വാനത്തിൽ നിന്നൊരു വിഹിതമെടുത്ത് ഒന്നിനു പകരം 4-5 പൊതിച്ചോറുണ്ടാക്കി ആ DYFI-യുടെ ഭാരവാഹികൾ വരുന്നതും കാത്തിരുന്ന് ആ പൊതിച്ചോറുകൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകളിലും ഓരോ ആശുപത്രികളിലും എത്തിക്കുന്ന ആ മഹാ ക്യാമ്പയിനെ ഇവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഈ പൊതിച്ചോറിന് പിന്നിൽ അനാശാസ്യമാണെന്ന് പറഞ്ഞു. നമുക്കൊക്കെ വിഷമമുണ്ടായി. നമുക്കറിയാമല്ലോ ഒരു ത്യാഗം. ആ പൊതിച്ചോറിൽ ചില അമ്മമാർ ഒരു കത്തെഴുതി വയ്ക്കും, ഒരു ചമ്മന്തിയും തോരനും മാത്രമേ ഉള്ളൂ, മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി വരുമ്പോ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു മീനിന്റെ തലയെങ്കിലും വയ്ക്കാം, അല്ലെങ്കിൽ ആ പൊതിച്ചോറിൽ ഒരു 100 രൂപ വയ്ക്കും. എന്നിട്ട് പറയും, ഇത് ചോറും ചെറിയ കറിയേ ഉള്ളൂ, പുറത്തുനിന്ന് ഒരു മീൻകറിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഒരു 100 രൂപ ആ പൊതിച്ചോറിന്റെ ഉള്ളിൽ തന്നെ പൊതിഞ്ഞ് ചെറിയ കത്തായി സ്നേഹമായി വയ്ക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ക്യാമ്പയിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അപമാനിച്ചു. നമുക്കറിയാം, കാലം കൃത്യമായ പ്രതികാരം ചെയ്തു. എന്താണ് ആ പ്രതികാരം? ഇയാൾ പറഞ്ഞ അനാശാസ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആ വാർത്ത അച്ചടിച്ചു വന്ന പത്രത്തിന്റെ താളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതേ പൊതിച്ചോറുകൾ നമ്മൾ പൊതിഞ്ഞ് ഈ കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ആയിരക്കണക്കിന് പൊതികൾ എത്തിച്ചു കൊടുത്ത് കാലഘട്ടത്തിന്റെ മധുരമായ പ്രതികാരം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ മിസ്റ്റർ സാബു ജേക്കബ്, നിങ്ങൾക്കും ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് വരാം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയം OLX-ൽ തടയുന്നു, OLX-ൽ പരിശോധിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. എന്നിട്ടിപ്പോ ആ നേതാവ് ഈ കേരളത്തിൽ പല OLX-ലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്വേഷിച്ച് നടക്കുക, പ്രവർത്തകർ അന്വേഷിച്ച് നടക്കുക. ഈ OLX-ൽ പരതിപ്പോയവൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി പരതി നടക്കുന്ന ഒരു കാഴ്ച. ഇതെല്ലാം കാലം കൊടുക്കുന്ന മധുരമായ പ്രതികാരമാണ്. ഈ മുതലാളി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ഈ കേരളത്തിലെ CPM നേതാക്കന്മാരുടെ DNA പരിശോധിക്കണം, ആ DNA പരിശോധിച്ചാൽ അറിയാം ഇവരൊക്കെ എങ്ങനെയാ ജനിച്ചത് എന്ന് ഒരു പൊതുയോഗത്തിൽ വന്ന് ഈ ചുംബൻ ഒരു പ്രസംഗം നടത്തുകയാണ്. ഞങ്ങൾ അതിനൊരു ഇതുവരെ ഒരു മറുപടി കൊടുത്തിട്ടില്ല. കാലം കരുതി വച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരുടെ DNA എന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തെ തന്നെ മഹാപ്രസ്ഥാനത്തെ, ഈ നാടിനെ ഇന്ന് കാണുന്ന നാടാക്കി മാറ്റിയ പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ച സാബു ജേക്കബിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മധുരമായ പ്രതികാരം നിനക്ക് ഈ കാലം തരുന്ന ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആ ദിവസത്ത് എണ്ണി എണ്ണി ഞങ്ങൾ തരും. ഒന്നും ഞങ്ങൾ കടം വയ്ക്കില്ല, പലിശയായിരിക്കും തരിക. പലിശ കൂട്ടി കൂട്ടി കൂട്ടുപലിശയായി മിസ്റ്റർ സാബു ജേക്കബ് നിങ്ങൾക്ക് തന്നിരിക്കുമെന്ന് ഈ അവസരത്തിൽ വളരെ ഗൗരവത്തോടെ ആധികാരികമായി ഞാൻ ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമാണോ? ഇപ്പോഴും ചോദിക്കുന്നു, 10 വർഷമായി കിഴക്കമ്പലം പഞ്ചായത്തിൽ ഞാൻ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനം ഏതാണ്? ലൈഫ് പദ്ധതി നീ മാറ്റിവെക്ക്, ഇതിൽ പറയാൻ താങ്കൾക്ക് അധികാരമില്ല. പൊതുവിദ്യാഭ്യാസ യജ്ഞം അത് താങ്കളുടെ അക്കൗണ്ടിൽ കൂട്ടാൻ പറ്റില്ല. ആദ്യം പദ്ധതി, ആരോഗ്യരംഗത്ത് വരുന്ന മാറ്റം നിങ്ങൾക്ക് അതിന്റെ ഭാഗമായി കൂട്ടാൻ പറ്റില്ല. അതുപോലെ തന്നെ പട്ടയ വിതരണം, 4 ലക്ഷം പേർക്ക് ഈ ഗവൺമെന്റ് പട്ടയം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്താൻ കഴിയില്ല. മറിച്ച് ഞാൻ അല്ലെങ്കിൽ 2020 ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ കൊണ്ടുവന്ന പദ്ധതി ഇന്നതാണ് എന്ന് ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. നമുക്കറിയാം, അംഗൻവാടികൾ, അതുപോലെ കുടുംബശ്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട പദ്ധതികൾ, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇവയെല്ലാം ദുരുപയോഗം ചെയ്തു. ഇവയെല്ലാം 2020 വേണ്ടി പൊളിച്ചെഴുതി തന്റെ കമ്പനിയുടെ വികസനത്തിന് വേണ്ടി പല രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
അത്തരത്തിൽ ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ അവനെയെല്ലാം ആട്ടിപ്പുറത്താക്കി വെല്ലുവിളിച്ച് 2020 രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് മഴുവന്നൂർ മതാസ്ഥിതി. മഴുവന്നൂർ പഞ്ചായത്താണ് എന്റെ പഞ്ചായത്ത്. ആ പഞ്ചായത്തിലോ എന്തായിരുന്നു സ്ഥിതി? പഞ്ചായത്തിന്റെ വികസനത്തിന് ഒരു വികസന സമിതി, ഒരാൾ കാസർഗോഡ് നിന്ന്, ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന്, ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന്. അപ്പൊ നമ്മൾ ചോദിച്ചു, പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ആ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളല്ലേ പറ്റൂ? ഇപ്പൊ പറഞ്ഞു, അവർക്കൊന്നും പറ്റില്ല, ഞാൻ ഇന്റർനാഷണൽ തലത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനെതിരെ പ്രതിഷേധ സമരം നടന്നപ്പോ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി അടക്കം ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളും തിരിച്ചു തല്ലി, കൃത്യമായി പ്രതിരോധിച്ചു. ഇപ്പോഴോ പകുതി ഫണ്ട് പോലും ചെലവഴിക്കാൻ കഴിയാത്ത തരത്തിൽ ആ പഞ്ചായത്ത് അതമ്പതിച്ചപ്പോ ഒരു പൊതുസമ്മേളനത്തിൽ ഇതേ മുതലാളി തന്നെ പറയുകയാണ്, ഈ പഞ്ചായത്ത് ഭരണത്തിൽ ഞാൻ 50% പോലും തൃപ്തനല്ല എന്ന് പൊതുസമ്മേളനത്തിൽ പറയുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇയാൾക്ക് ബിസിനസ് നടത്തിയ പരിചയമുള്ളൂ, ഇയാൾക്ക് ലാഭമുണ്ടാക്കിയ പരിചയമുള്ളൂ, ഇയാൾക്ക് സാധാരണക്കാരായ തൊഴിലാളികളെ ചൂഷണം ചെയ്ത പരിചയമുള്ളൂ, സാധാരണക്കാരായ തൊഴിലാളികളുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച് മാത്രമേ ഇദ്ദേഹത്തിന് പരിചയമുള്ളൂ. അല്ലാതെ ജനങ്ങളെ സേവിക്കുവാനോ ഭരണം നടത്തുവാനോ ഇദ്ദേഹത്തിനോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ടീമിനോ ഒരു തരത്തിലുള്ള പരിചയമില്ല, അനുഭവ സമ്പത്തുമില്ല. അതുകൊണ്ട് പണത്തിന്റെ അഹങ്കാരം കാണിച്ച് വെല്ലുവിളിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ്. അവസാനം ഇവിടെ ഒരു രക്ഷയുമില്ലാതെ UDF വലിയ കിടങ്ങിലേക്ക് ചാടിയിരിക്കുന്നു. വലിയ തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തും, പക്ഷെ അതിന്റെ ഭാഗമായി ഒരു ഗുണവുമില്ല. നമുക്കറിയാം, അവർ എത്ര കേസ് വന്നു, നേരെ പോയി ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു, മാധ്യമങ്ങളുടെ ഇടയിൽ വലിയ പ്രസ്താവന നടത്തി, വെല്ലുവിളി നടത്തി. ഇതുവരെ കേരളത്തിൽ 9.5 വർഷമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആരോപണവും തെളിയിക്കപ്പെടുന്ന സാഹചര്യമില്ല. നിങ്ങൾക്കറിയാം, ED വന്നു, CBI വന്നു, NIA വന്നു, കസ്റ്റംസ് വന്നു, ആദായ നികുതി വകുപ്പ് വന്നു, FSI വന്നു, നിരവധി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നു. ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാനോ തെളിവിന്റെ കണികയെങ്കിലും കണ്ടെത്താനോ കഴിഞ്ഞോ? ഇല്ലല്ലോ. ഏത് വികസന പ്രവർത്തനം വന്നാലും ആ വികസന നേട്ടങ്ങൾക്ക് എതിരെ നേരെ കോടതിയിൽ പോകും. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏതെങ്കിലും ആരോപണം ഇവിടെ ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അപ്പൊ നമുക്കറിയാം, AI ക്യാമറ വന്നു, നേരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു, രാഷ്ട്രീയ ധാർമ്മികത എന്നാൽ പ്രതിപക്ഷത്തിനും വേണം, അഫിഡവിറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങ് പോയില്ല. K-ഫോണിനെതിരെ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു, ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. ഒരു പ്രതിപക്ഷ നേതാവ് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം കോടതിയിൽ വരുന്നു എന്നുള്ളത് പരസ്യമായി ചീഫ് ജസ്റ്റിസ് പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിയമസഭയ്ക്കകത്തും എല്ലാം പൊട്ടിപ്പാളീസായപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഏത് ബോംബ് ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ വലിയ ബോംബ് വരും എന്ന് പറഞ്ഞു. ബോംബ് എന്ന് പറഞ്ഞാൽ നുണ ബോംബ്. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ നുണ ബോംബ്. ആ സാഹചര്യത്തിലാണ് ആ ബോംബ് വന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിൽ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു MLA-ക്കും അതുപോലെ നമ്മുടെ ഒരു വനിതാ നേതാവിനെയും വച്ചുകൊണ്ട് ഒരു കള്ള വാർത്ത വന്നു. ആ ബോംബ് അദ്ദേഹത്തിന്റെ മടിയിലിരുന്ന്, പ്രതിപക്ഷ നേതാവിന്റെ മടിയിലിരുന്ന് തന്നെ പൊട്ടി. 2 ദിവസം കൊണ്ട് അത് കള്ള വാർത്തയാണ്, വ്യാജ വാർത്തയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യത്തിൽ ഈ തിരുവാണിയൂരിലെ ഒരു 2020 ചില മുതലാളിമാർ സാക്ഷാൽ ചെഗുവേരയെ വരെ അപമാനിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്, ആ പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു, മര്യാദയ്ക്ക് അത് പിൻവലിച്ച് പൊയ്ക്കൊള്ളണമെന്ന്. അത് പിൻവലിക്കാതെ നമ്മുടെ പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കാൻ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ വെല്ലുവിളിക്കാൻ, ഏറ്റവും ചരിത്രത്തിൽ ഇടം പിടിച്ച പോരാളികളെ വെല്ലുവിളിക്കാൻ അങ്ങ് മുതലാളിയുടെ എല്ലാ തരത്തിലുള്ള ആശീർവാദത്തോടെ ചില പ്രാദേശിക തകരകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായി CPM-ന് പ്രതികരിക്കേണ്ടി വന്നു. അപ്പൊ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ വലിയ പോസ്റ്ററൊക്കെ ആയിട്ട് അടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തുന്നു. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന സർഗാത്മകമായ രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കാൻ വന്നാൽ ചൂട്ടായി പ്രതികരിക്കേണ്ടി വരും, അടിക്കടി പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ പ്രതികരിച്ചു തന്നെ പോയ പ്രസ്ഥാനമാണ് ഇവിടെ. നമുക്കറിയാം, ഈ തിരുവാണിയൂർ പഞ്ചായത്തിലടക്കം എത്ര കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ നമ്മുടെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങൾ, പ്രാദേശിക ഗവൺമെന്റുകൾ എന്ന രൂപത്തിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ കൂടുതൽ വികസനത്തിലേക്ക് നയിക്കാൻ, ഉയരത്തിലേക്ക് നയിക്കാൻ, ഈ ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള വ്യക്തിപരമായ ആനുകൂല്യങ്ങളെല്ലാം സുതാര്യമായി കൃത്യമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് ഈ പഞ്ചായത്ത് പോകുമ്പോൾ, അതുപോലെ ജനങ്ങളാണെങ്കിൽ കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകുമ്പോൾ, ആ ജനങ്ങളെ കബളിപ്പിക്കാനും അട്ടിമറിക്കാനും വികസന പ്രവർത്തനങ്ങളെ തകർക്കാനും 2020 ഏതു നുണയും പ്രചരിപ്പിക്കാം എന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. 2 മാസമേ ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ഒരു 4-5 മാസമേ ഉള്ളൂ. അതുകൊണ്ട്
ഒരിക്കലും വിശ്വസിക്കില്ലാത്ത നുണകൾ അവർ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കോൺഗ്രസും BJPയും എല്ലാം പൂർണ്ണമായി 2020 പിന്തുണയാണ്. നുണ ബോംബ് നിർമ്മിക്കുന്ന ഫാക്ടറികളായി കോൺഗ്രസിന്റെ ഓഫീസും BJPയുടെ ഓഫീസും 2020യുടെ ഓഫീസും കമ്പനികളും എല്ലാം മാറുമ്പോ കൃത്യമായ ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു, വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, പലരെയും ഇല്ലാത്തൊക്കെ കാണിച്ച് ചൂണ്ടിക്കാണിച്ച് വലയിൽ വീഴ്ത്താൻ ശ്രമിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയെല്ലാം ഗോഡ്സ് വില്ല എന്ന് പറഞ്ഞ് പടം കാണിക്കുകയാണ്. എത്ര അഭിമാനത്തോടെ ഈ കേരളത്തിൽ ഗവൺമെന്റ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ മുതലാളിയുടെ വീടാക്കി ചിത്രീകരിക്കുകയാണ്. എല്ലാ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ്. വലിയ തരത്തിൽ ഇവിടെ കിറ്റുകൾ കിട്ടുന്ന കമ്പനികൾ വരാൻ പോകുന്നു, വിൽപ്പന കേന്ദ്രം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പാവങ്ങളെ കൃത്യമായി പറ്റിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ശരിയുടെ രാഷ്ട്രീയത്തെ, സർഗാത്മകമായ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഈ രാജ്യത്ത് ഒന്നാമതാകുമ്പോ ആ തെലങ്കാനയിലേക്ക് സംരംഭവുമായി പോയ ആ മുതലാളി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴേക്കും അവിടുത്തെ ഗവൺമെന്റും സംവിധാനവും എല്ലാം തകർന്ന് തരിപ്പണമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ അലയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ പല ഘട്ടത്തിലായി അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം നുണയാണ് എന്ന് തെളിയുകയാണ്. അദ്ദേഹം പറയാണ് സ്വൈര്യമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്താൻ 2020. നമുക്കറിയാലോ, ഒരൊറ്റ വർഗീയ കലാപം കഴിഞ്ഞ 9.25 കൊല്ലമായി നടക്കാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം. അവിടെ ഒരു അക്രമ സംഭവം 2020 കമ്പനിക്കുള്ളിൽ നടന്നപ്പോൾ അങ്ങെത്തിയ നമ്മുടെ CI, പുത്തൻകുരിശ് CI, പട്ടിമറ്റം CI അടക്കമുള്ളവർ ആ CIയുടെ തല തല്ലിപ്പൊളിച്ചും പോലീസ് ജീപ്പ് ആക്രമിച്ചും നിരവധി പോലീസുകാരെ മൃതപ്രായരാക്കി മാറ്റിയുമെല്ലാം നിയമം കയ്യിലെടുത്തുകൊണ്ട് 2020യുടെ ഏമാന്മാർ നടത്തിയ ആ അക്രമം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടാണ് അവർ പറയുന്നത് സമാധാനപരമായ ഭരണത്തിന് 2020 എന്ന്. ഞാൻ കൃത്യമായി ചോദിക്കുകയാണ്, നിങ്ങൾ പല ഘട്ടത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ വച്ച വാഗ്ദാനം പ്രകടന പത്രികയിൽ ഏതു കാര്യങ്ങളാണ് നിങ്ങൾ നടപ്പാക്കിയത്? എന്നാൽ ഞങ്ങളോ 600 കാര്യങ്ങളാണ് 2016 ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഗവൺമെന്റ് പ്രകടന പത്രികയായി. ആ 600 കാര്യങ്ങളും കേരളത്തിൽ നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ട് ഞങ്ങൾ പുറത്തിറക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൃത്യമായി ഇന്ന വികസന പ്രവർത്തനം ഇന്ന സമയത്ത് ഞങ്ങൾ പൂർത്തീകരിച്ചതായി കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. 2021 ഞങ്ങൾ 900 കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23-ാം തീയതി പുറത്തിറങ്ങി. പ്രിയപ്പെട്ടവരെ, 900 കാര്യങ്ങളിൽ 739 കാര്യങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി വളരെ ചുരുക്കം കാര്യങ്ങൾ അണ്ടർ പ്രോസസ്സിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന മാർച്ച് മാസത്തോടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയും, നമ്മൾക്ക് കഴിയും. ഈ വരുന്ന 1-ാം തീയതി, ഇന്ന് 20-ാം തീയതി, 19-ാം തീയതിയാണ്, 10 ദിവസം കഴിഞ്ഞാൽ കേരളപ്പിറവി ദിനം. ആ കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിന്റെ നിയമസഭ സ്പെഷ്യൽ യോഗം ചേരുകയാണ്. എന്തിനാണെന്നറിയോ? ഈ കേരളത്തെ ഒരു പ്രത്യേക പ്രഖ്യാപനത്തിലേക്ക് നയിക്കാൻ. ആ പ്രഖ്യാപനം അതിദരിദ്ര സർവേ നടത്തി ഒരു തരത്തിലും ദരിദ്രമോ പട്ടിണിയോ ഇല്ലാത്തവരുടെ നാടായി ഈ കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. അതിദാരിദ്ര്യ സർവേയുടെ ഭാഗമായി 62,100ഓളം പേർ ദരിദ്രാവസ്ഥയിലാണെന്ന് കണ്ടെത്തി. അവരെ പലതരത്തിലും സഹായിച്ച് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ പെൻഷൻ അടക്കം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ. വീട്ടമ്മമാർക്ക് പെൻഷൻ, അതിൽ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി നടപ്പാക്കാനുള്ളത്, നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അത് പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ മഹാപ്രഖ്യാപനങ്ങൾ നടത്തി ഈ കേരളത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്താൻ, വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് മാറ്റാൻ, ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഈ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് ഈ കേരളത്തെ കുതിച്ചു മുന്നേറാൻ പറ്റുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നയസമീപനം മുന്നോട്ട് വച്ചത് നടപ്പാക്കി അത് ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ നിയമസഭാ സമ്മേളനം ഈ നവംബർ മാസം 1-ാം തീയതി നടക്കുകയാണ്. ഇതിനിടയിൽ കൃത്യമായി ജനങ്ങളോടാണ് നമുക്ക് കമ്മിറ്റ്മെന്റ്. പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്നു, പാലിച്ച വാക്കുകൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴാണ് പലതരത്തിലുള്ള നുണപ്രചരണങ്ങളും അതുപോലെ കള്ളവാർത്തകളും വ്യാജ വാർത്തകളുമായി നമ്മുടെ ഗവൺമെന്റിനെ ആക്രമിക്കാൻ, നമ്മുടെ നേതാക്കന്മാരെ ആക്രമിക്കാൻ, ആ നേതാക്കന്മാരുടെ കുടുംബത്തെ ആക്രമിക്കാൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ഇവിടെ 2020യും കോൺഗ്രസും BJPയും ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 9.5 വർഷമായി നിരവധി ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയെന്ന ആരോപണം, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിൽ സ്വർണം വച്ച് കടത്തിയെന്ന ആരോപണം, ഖുറാന്റെ ഉള്ളിൽ സ്വർണം വച്ച് കടത്തിയെന്ന ആരോപണം, ലൈഫ് പദ്ധതിയുടെ പേരിൽ വടക്കാഞ്ചേരിയിൽ വലിയ കുംഭകോണം നടത്തിയെന്ന ആരോപണം,
അങ്ങനെ എത്രയോ ആരോപണങ്ങൾ ഇവർ ഉന്നയിച്ചു. ഒരൊറ്റ ആരോപണം പോലും ഇതുവരെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പലതും വന്നു. മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? മടിയിൽ കനമുള്ളവൻ മാത്രം വഴിയിൽ പേടിച്ചാൽ മതി, ഏത് അന്വേഷണ ഏജൻസിയും വരട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ അന്വേഷണ ഏജൻസികൾ വന്നപ്പോൾ എത്ര ദിവസമായിരുന്നു പത്രത്തിൽ ബ്രേക്കിംഗ് വാർത്തകൾ, വലിയ തലക്കെട്ടുകൾ, എഡിറ്റോറിയലുകൾ, ചാനൽ തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധ വാർത്ത, അന്തിചർച്ചകൾ. ആ ചർച്ചകളുടെ ഒരു വലിയ ഘോഷയാത്ര നമ്മൾ കണ്ടു. ഇപ്പൊ മുഖ്യമന്ത്രിയെ പിടിക്കും, ഇപ്പൊ മന്ത്രിമാരെ പിടിക്കും, സ്പീക്കറെ അറസ്റ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, 9.5 വർഷമായി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നതല്ലാതെ ഏതെങ്കിലും ഒരു ഏജൻസി ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചതായി, എന്തെങ്കിലും തെളിവ് ശേഖരിച്ചതായി ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരക്ഷരം പോലും തെളിയിക്കാൻ ഈ അന്വേഷണ ഏജൻസിക്കോ, UDF-നോ, കോൺഗ്രസിനോ, ലീഗിനോ, BJP-ക്കോ, മനോരമയ്ക്കോ, മാതൃഭൂമിക്കോ, മാധ്യമത്തിനോ, മംഗളത്തിനോ, ഒരൊറ്റ ചാനലുകൾക്കോ സാധിച്ചിട്ടില്ല. അവസാനം സുപ്രീം കോടതി പറഞ്ഞില്ലേ? എന്താ സുപ്രീം കോടതി പറഞ്ഞു? രാഷ്ട്രീയപരമായ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിലാണ് നടത്തേണ്ടത്. മിസ്റ്റർ മാത്യു കുഴൽനാട്, ഇനി ഒരക്ഷരം നീ ഉരിയാടിയാൽ 10 ലക്ഷം രൂപ നിനക്ക് ഫൈൻ അടിപ്പിക്കുമെന്ന് പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി. എത്ര ദിവസമായിരുന്നു മനോരമയുടെ ഫസ്റ്റ് പേജ് വാർത്ത? മാസപ്പടി. ഞാൻ പറഞ്ഞാൽ അധികമായി പോകും, ആ വാക്ക് തന്നെ വന്നത് നിങ്ങൾക്കറിയാം. എത്ര ദിവസമാണ് മുഖ്യമന്ത്രി ആക്രമിച്ചത്? അദ്ദേഹത്തിന്റെ ഭാര്യയെ, മകളെ, മകനെ ആക്രമിച്ചത്, മരുമകനെ ആക്രമിച്ചത്. എന്നിട്ട് സുപ്രീം കോടതി വിധി വന്നതിന്റെ പിറ്റേ ദിവസം മനോരമയുടെ 12-ാം പേജിൽ ആരും കാണാത്ത മൂലയിൽ ഒരു 2 കോളം വാർത്ത. ആരോ എന്തോ സുപ്രീം കോടതി എപ്പോഴോ പറഞ്ഞു എന്ന രൂപത്തിൽ ഒരു 2 കോളം വാർത്ത. ഞങ്ങൾ ചോദിച്ചു പിറ്റേ ദിവസം മനോരമയുടെ ചർച്ചയിൽ, അന്തസ്സുണ്ടോ നിങ്ങൾക്ക്? 6-8 മാസം മുൻ പത്രത്തിന്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ച വാർത്ത, ഓരോ ദിവസവും ആ എൻകൗണ്ടർ കൗണ്ടർ പോയിന്റിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ച വാർത്ത 12-ാം പേജിൽ 2 കോളമായി ഒതുക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് സാഹചര്യം. ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത. ഏത്? ലാവ്ലിൻ കേസ് വന്നപ്പോൾ അദ്ദേഹത്തെ വിദേശത്ത് പഠിക്കാൻ ഈ കമ്പനി സഹായിച്ചു എന്ന്. ആ ലാവ്ലിൻ സംഭവത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെ മകന്റെ വയസ്സ് വെറും 16. ഈ മാർ ഇവാനിയോസ് കോളേജിനോട് ചേർന്നുള്ള +2 സ്കൂളിൽ +1 വിദ്യാർത്ഥിയായി പഠിക്കുന്ന ഒരു കൊച്ചു പയ്യൻ, ആ പയ്യന് ആ വർഷം വിദേശത്ത് പഠിക്കാൻ ഈ കമ്പനി പണം കൊടുത്തു എന്നെല്ലാം കള്ള വാർത്തയുമായി ഇറങ്ങി തിരിച്ച മനോരമ ആദ്യം പറഞ്ഞു ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാ. 2-ാമത്തെ ദിവസം മാതൃഭൂമി തിരുത്തിയപ്പോ പറഞ്ഞു അത് ലാവ്ലിനാണ്. 3-ാം ദിവസം ഒരു വരി വാർത്ത കൊടുക്കാൻ പോലും അങ്ങ് കഴിയാത്ത സാഹചര്യം. ഒന്നേ പറയാനുള്ളൂ, സഖാവ് കോടിയേരി പറഞ്ഞില്ലേ, ഇതൊക്കെ ഞങ്ങൾ താങ്ങും, ഞങ്ങൾ ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട്, ഇത്തരം ആരോപണങ്ങളെല്ലാം കൃത്യമായി അതിജീവിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ ആയത്. ആരും പച്ച പരവതാനി വിരിച്ച് തന്ന വഴിയിലൂടെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് മുന്നേറിയത്. പക്ഷെ തിരിച്ച് ഞങ്ങളൊന്ന് പറഞ്ഞ നിങ്ങളത് താങ്ങില്ല, നിങ്ങളത് സഹിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ പ്രിയപ്പെട്ട നേതാക്കന്മാരെ എത്രയോ മോശം ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പൊ 2020 മുതലാളി ഒരു പ്രസംഗം നടത്തിയ 20 മിനിറ്റ് സഖാവ് പിണറായി വിജയനെതിരാ, പിണറായിയുടെ കുടുംബത്തിനെതിരാ. ഇത് കണ്ട് കൈയടിക്കാൻ ഈ കിറ്റ് വാങ്ങിച്ച് ബിരിയാണി കഴിക്കുന്ന കുറെ ആളുകൾ മുമ്പിൽ വന്നിരിക്കും, അല്ലാതെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾക്കറിയോ, ലോക രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന കള്ള വിക്ക നമ്പൂതിരി എന്നെല്ലാം പറഞ്ഞ് പൊതുസമൂഹത്തിൽ പ്രസംഗിക്കാൻ പറ്റാത്ത എത്രയോ വാചകങ്ങൾ തന്റെ ജീവിതം മുഴുവൻ, തന്റെ സ്വത്ത് മുഴുവൻ ഈ നാടിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച, ലോകത്ത് ബാലറ്റിലൂടെ ഏറ്റവും ആദ്യം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി സഖാവ് EMS-നെതിരെ പ്രയോഗിച്ചിരിക്കുന്നു. നമ്മൾ തളർന്നോ? ഇല്ലല്ലോ. AKG, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG പ്രസംഗിക്കുകയാണെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വന്ന ആ പ്രസംഗം കേൾക്കും. ഈ രാജ്യത്തെ പട്ടടിപ്പാവങ്ങളുടെ ശബ്ദമാണ് സഖാവ് AKG-യിലൂടെ ഞാൻ കേൾക്കുന്നതെന്ന് AKG-യുടെ പ്രസംഗത്തെ വിശേഷിപ്പിച്ച നേതാവിന്റെ പേര് സാക്ഷാൽ നെഹ്റു, ഈ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി. ആ AKG മരണശയ്യയിൽ കിടക്കുമ്പോ ഇവർ വിളിച്ച മുദ്രാവാക്യം, കാലം വന്ന് വിളിച്ചിട്ടും എന്തിയെ ഗോപാല പോകാത്തത് എന്നതാണ് അവർ വിളിച്ച മുദ്രാവാക്യം. ഒന്ന് എടുത്തു നോക്ക്. ഈ സംസ്ഥാനത്ത് ചരിത്രം എഴുതിയ നിരവധി പോരാളികളായ നേതാക്കന്മാരെ എല്ലാവരെയും ജീവിച്ചിരിക്കുമ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ട്. സഖാവ് അഴീക്കോടൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, അതുപോലെ തന്നെ LDF-ന്റെ കൺവീനറായിരുന്നു. മനോരമ എഡിറ്റോറിയൽ എഴുതി, എന്താണെന്നറിയോ? അഴീക്കോടൻ സമം അഴിമതിക്കോടൻ. പിറ്റേ ദിവസം ഈ തൃശൂർ പട്ടണത്തിന്റെ നടുത്തളത്തിൽ വെച്ച് കോൺഗ്രസുകാരുടെ ഗുണ്ടകളാൽ കുത്തേറ്റ് സഖാവ് അഴീക്കോടൻ മരണപ്പെടുകയാണ്. അഴീക്കോടന്റെ മൃതശരീരവുമായി പാർട്ടി സഖാക്കൾ പോവുകയാ കണ്ണൂർക്ക് ശവശരീരം മറവ് ചെയ്യാൻ.
ആംബുലൻസ് കണ്ണൂരെത്താറായപ്പോ നേതാക്കന്മാർ പരസ്പരം നോക്കുന്നു, ബന്ധുക്കൾ നോക്കുന്നു. 6 അടി മണ്ണ് പോയിട്ട് 1 അടി മണ്ണ് പോലും അദ്ദേഹത്തിന്റെ പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ ഇല്ല. പാർട്ടി സഖാക്കൾ പിരിവെടുത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടാണ് പ്രിയപ്പെട്ട നേതാവിന്റെ ശവശരീരം മറവ് ചെയ്യുന്നത്. തലേ ദിവസം മനോരമ എഴുതിയ ആ എഡിറ്റോറിയലിന്റെ മഷി ഉണങ്ങിയിട്ടില്ല. അഴിക്കോടൻ സമം അഴിമതിക്കോടൻ, അഴിമതിക്കോടൻ സമം അഴിക്കോടൻ. എത്രയോ ആക്രമണത്തെ നേരിട്ടു നമ്മുടെ പ്രസ്ഥാനം. അവസാനം സഖാവ് കോടിയേരി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വാക്കുകൾ കൂട്ടിയോജിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ അവസാനത്തെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിന്റെ സമയത്ത് കോടിയേരിയുടെ മകൻ സഖാവ് ബിനീഷ് കോടിയേരി ജയിലില്ല. ചുമ്മാ ജയിലിലല്ല, 1.25 വർഷം തുടർച്ചയായി കള്ളക്കേസിൽ കുടുക്കപ്പെട്ട് ഒരു CPM നേതാവിന്റെ മകനായി ജനിച്ചു എന്ന കുറ്റത്തിന് തൊട്ടടുത്ത സംസ്ഥാനത്തിൽ കൊണ്ടുപോയി കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടു. 1.25 വർഷം കഴിഞ്ഞപ്പോ പറയുക കേസൊന്നുമില്ല, പൊക്കോളാൻ പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അനുഭവിച്ച പീഡനം, നമ്മൾ അനുഭവിച്ച ആക്രമണങ്ങൾ, അതുപോലെ തന്നെ ഇത്ര ക്രൂരമായ ആക്രമണങ്ങൾ ഈ ലോകത്ത് തന്നെ ഏത് പ്രസ്ഥാനമാണ് ഇത്തരത്തിൽ അഭിമുഖീകരിച്ചിരിക്കുന്നത്? നമ്മൾ അഭിമുഖീകരിച്ച ത്യാഗം ആരാണ് ഈ ലോകത്ത് ഇത്രയും അഭിമുഖീകരിച്ചിരിക്കുന്നത്? കൃത്യമായി പരിശോധിച്ചാൽ നമുക്കറിയാം. AKGയുടെ ആത്മകഥയുണ്ട്. ആ ആത്മകഥയിൽ അദ്ദേഹം കൂത്താട്ടുകുളത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. രക്തസാക്ഷികളുടെ നാട് എന്നതാണ് ആ പ്രദേശത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, തൊട്ടടുത്ത പ്രദേശമല്ലേ. നാളെ എനിക്ക് അവിടെ ഒരു പൊതുയോഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷികളുടെ നാട് എന്ന് അദ്ദേഹം എഴുതാൻ കാരണം എന്തെന്നറിയോ? കൂത്താട്ടുകുളത്ത് 4 രക്തസാക്ഷികളുണ്ട് നമുക്ക്. അതിന്റെ പ്രത്യേകത, ആ 4 രക്തസാക്ഷികളുടെയും മൃതശരീരം പാർട്ടി സഖാക്കൾക്കോ ബന്ധുക്കൾക്കോ പോലും വിട്ടുകൊടുത്തില്ല. അവർ തന്നെ കൊണ്ടുപോയി മറവ് ചെയ്തു. ഒരു അനുസ്മരണ സമ്മേളനം നടത്താൻ പോലും നമുക്ക് അനുവാദം തരാത്ത തരത്തിൽ ഒരു പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം മീനച്ചലാറ്റിലൂടെ ഒഴുക്കിവിട്ടു. ഒരു പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം ഈ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ പിന്നിലുള്ള കാട്ടിൽ ഒരു കുഴി കുഴിച്ച് അതിൽ കുഴിച്ചിട്ടു. ഒരു പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം കൂത്താട്ടുകുളത്ത് MC റോഡിന്റെ സൈഡിലുള്ള ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, പഴയ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെ തറ ചുരണ്ടിയെടുത്ത് അതിലൊരു കുഴി കുത്തി അതിൽ മറവ് ചെയ്തു. ഒരു പ്രിയപ്പെട്ട സഖാവ് മെയ് ദിനത്തിന് കൃത്യമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പതാക ഉയർത്തിയതിന് തല്ലിക്കൊന്ന് ആ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ പിന്നിലുള്ള കാട്ടിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. ആ 4 പ്രിയപ്പെട്ട സഖാക്കളുടെയും മൃതശരീരം വിട്ടുതരാത്തതിനാൽ, ബന്ധുക്കൾക്കും പാർട്ടി സഖാക്കൾക്ക് പോലും കൈമാറാത്തതിൽ മനംതൊന്നാണ് AKG തന്റെ ആത്മകഥയിൽ എഴുതിയത്. കൂത്താട്ടുകുളം സമം രക്തസാക്ഷികളുടെ നാട് എന്ന് എഴുതിയത്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, അങ്ങനെ ആ അനുഭവങ്ങളിലൂടെ വളർന്ന് പോരാടിയ പ്രസ്ഥാനം. മക്കളെ തേടി വന്ന് മക്കളെ കിട്ടാതെ വന്നപ്പോൾ അച്ഛനെ അരിങ്കൊല ചെയ്തു. ഈ തിരുവനന്തപുരത്ത് ആനാവൂര് നാരായണൻ നായർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാവ്, മകൻ അജയ് SFI-കാരനെ തേടി വന്ന RSS-കാർ മക്കളെ കിട്ടാതെ വന്നപ്പോൾ, എന്നാൽ അച്ഛൻ ഇരിക്കട്ടെ, ഒരു പ്രിയപ്പെട്ട റിട്ടയർഡ് ജീവനക്കാരൻ ബ്രാഞ്ച് സെക്രട്ടറി നാരായണൻ നായരെ സാക്ഷി എവിടെയാണെന്നറിയോ? നമ്മുടെ അയൽവക്കത്ത് ഈ ഉദയംപേരൂര് സരോജിനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഖാവ് ഭർത്താവിനെ തേടി വന്ന് ഭർത്താവിനെ കിട്ടാതെ വന്നപ്പോൾ ഭാര്യയെ ബോംബെറിഞ്ഞു കൊന്നു. ബോംബ് വീണ് സ്ഫോടനത്തിന്റെ ഭാഗമായി അമ്മ കിടന്ന് പിടയ്ക്കുമ്പോ അമ്മയെ രക്ഷിക്കാൻ ഓടി വന്ന മകൻ സുജിത്ത് കണ്ണ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ കണ്ണില്ലാത്ത മകൻ സുജിത്ത്, ഒരു ചെറുപ്പക്കാരൻ അവിടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രസ്ഥാനത്തെയാണ് കോൺഗ്രസും BJPയും എല്ലാം വെല്ലുവിളിക്കുന്നത് കണ്ട് 2020 മുതലാളി അങ്ങ് വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നത്. പ്രസംഗം തുടങ്ങുന്നത് സഖാവ് പിണറായി വിജയനെ ആക്രമിച്ചുകൊണ്ട്. അത് 24 ക്യാരറ്റ് സ്വർണം തന്നെയാണ്. 81-ാം വയസ്സിൽ മുണ്ടയിൽ കോരന്റെ മകൻ സഖാവ് പിണറായി വിജയൻ കേരളത്തെ നയിക്കുന്നത് ഇച്ഛാശക്തിയുടെ പ്രതീകമായി വികസന പ്രവർത്തനത്തിൽ നിന്ന് വികസന പ്രവർത്തനത്തിലേക്ക്. ഈ മുതലാളി ഒരു വീഡിയോ കാണണം. ഇന്നലെ ബഹ്റിനിൽ സഖാവ് പിണറായി വിജയൻ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ബഹ്റിൻ രാജാവ് വന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി കൊട്ടാരത്തിലിരുത്തി ചായ കൊടുത്ത് സംസാരിക്കുകയാണ്. ഈ കേരളത്തിന്റെ മോഡൽ ഞങ്ങൾക്കൊന്ന് പഠിക്കണമെന്ന് പറയുകയാണ്. എത്ര മനോഹരമായി 10,000-കണക്കിന് ആളുകൾ പിണറായിയെ കാണാൻ ഹാളിൽ പ്രവേശിക്കാൻ കഴിയാതെ പുറത്ത് വലിയ TV സ്ക്രീനിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്ന ആ ഒരു വീഡിയോ പൊതുസമൂഹത്തിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത്, ഒരു ലോക കമ്മ്യൂണിസ്റ്റ് നേതാവായി സഖാവ് പിണറായിയും പിണറായിയുടെ പ്രസ്ഥാനവും മാറിയിരിക്കുന്നു. വിപ്ലവാനന്തരമല്ലാതെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് എങ്ങനെയാണ് ജനങ്ങളെ ഇത്തരത്തിൽ സേവിക്കാൻ കഴിയുക എന്ന് തെളിയിക്കുന്ന ഒന്നാമത്തെ ഗവൺമെന്റായി ഈ കേരളത്തിൽ LDF ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. 3.0 LDF ചരിത്രം സൃഷ്ടിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം ഈ കേരളത്തിൽ ഇരുന്ന് ആർജിക്കാൻ കഴിയണം. ലോകത്തെവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ ഇരുന്ന് ആർജിക്കാൻ കഴിയണം.
വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് ശിശുമരണ നിരക്കിലടക്കം അമേരിക്കയെ പിന്നിലാക്കിയതുപോലെ എല്ലാ തരത്തിലും വികസിത രാജ്യങ്ങളെ പരാജയപ്പെടുത്തി വികസനത്തിന്റെ പുതിയ തലത്തിലേക്ക് ഈ നാടിനെ സൃഷ്ടിക്കാനുള്ള പോരാട്ടത്തിൽ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ പലരും പല രൂപത്തിലും വരും. അത് ചിലപ്പോ വി ഡി സതീശന്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോ കെ മുരളീധരന്റെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ സാക്ഷാൽ അമിത്ഷായുടെ രൂപത്തിലായിരിക്കാം, പിന്നെ അറിയാലോ രാജീവ് ചന്ദ്രശേഖരന്റെ രൂപത്തിലായിരിക്കാം. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ പത്രമുത്തശ്ശി മനോരമയുടെ രൂപത്തിലായിരിക്കാം. 10 വിരലിലും പേന വെച്ച് അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് LDF-നെതിരെ. ചാനലുകൾ കൃത്യമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് LDF-നെതിരെ. നമ്മൾ പറഞ്ഞു, കള്ളം ചെയ്തവർ, തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടും. ഒന്ന് കണ്ടില്ലേ നിങ്ങൾ? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ 3 ദിവസം മുമ്പ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നു, ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു സാധനം സ്ട്രോങ് റൂമിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഗവൺമെന്റ് പറഞ്ഞു അന്വേഷണം നടത്തും കൃത്യമായി. എന്നിട്ട് ആ പോറ്റിയുടെ പെങ്ങടെ വീട്ടിൽ നിന്ന് ഈ നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ച് ഇപ്പോൾ ആ പോറ്റിയും 10 ഉദ്യോഗസ്ഥന്മാരും പ്രതിപട്ടികയിലായി ഗോതമ്പുണ്ട തിന്നുകൊണ്ടിരിക്കുന്നു, തിന്നാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം ബോർഡിന്റെ 10 ഉദ്യോഗസ്ഥന്മാർ, ആ 10 ഉദ്യോഗസ്ഥന്മാർ പ്രതിപട്ടികയിലുള്ള 10 പേരും, ആ 10 പേരും UDF-ന്റെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ്. ആ നേതാക്കന്മാർ കൃത്യമായി ഗൂഢാലോചന നടത്തി കള്ളത്തരം കാണിച്ച് അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടുണ്ട്, അത് കൃത്യമായി കണ്ടെത്തും. ഒരു ദയാ പൈസ പോലും ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള കള്ളന്മാരെ, അമ്പലം വിഴുങ്ങികളെ മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് സഖാവ് പിണറായി വിജയനാണ്, ദേവസ്വം മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായി അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയും നുണബോംബുകൾ വരും. UDF-ന്റെ കേന്ദ്രത്തിൽ, BJP-യുടെ കേന്ദ്രത്തിൽ, 2020-യുടെ കേന്ദ്രത്തിലുള്ള സൃഷ്ടിച്ച നുണബോംബുമായി ഇറങ്ങിത്തിരിക്കുമ്പോ വളരെ ജാഗ്രതയോടെ ഈ നുണബോംബുകളെ നേരിടാൻ നമുക്ക് കഴിയണം. ഓരോ വീടും കയറിയിറങ്ങി നുണപ്രചരണം നടത്തും. വേണ്ടെന്ന് പറഞ്ഞാലും കിറ്റ് കൊണ്ടുപോയി വയ്ക്കും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാലും വന്ന് മോഹന സുന്ദര വാഗ്ദാനം തരും. നിങ്ങൾക്ക് വീട് വേണ്ടേ, കിണർ വേണ്ടേ, ആടിനെ വേണ്ടേ, പശുവിനെ വേണ്ടേ, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ വേണ്ടേ എന്ന് ചോദിച്ച് പട്ടിക തയ്യാറാക്കി ഒരു പ്രത്യേക തലത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ കൊണ്ടെന്നെത്തിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് കിട്ടിക്കഴിയുമ്പോ ദേ കിടക്കണു ചട്ടിങ്കലവും, ഒന്നും വരില്ല. നമുക്കറിയാം മഴുവന്നൂര്, കുന്നത്തുനാട്, ഐക്യനാട് ഇതേ അവസ്ഥ തന്നെയാണ്. പാവങ്ങളെ പറ്റിച്ചു. ഒരൊറ്റ റോഡ് നന്നാക്കിയിട്ടില്ല, ഒരൊറ്റ പുതിയ ജലസേചന സൗകര്യങ്ങളില്ല. അതുപോലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ 2020-യുടെ മുതലാളി തീരുമാനിക്കുന്നവർക്ക് മാത്രം. അവസാനം 2020-യുടെ നേതാക്കന്മാർ തന്നെ 20 രൂപ മേശപ്പുറത്ത് വെച്ച് നിന്റെ ചായയുടെയും ഒരു പഴംപോളിയുടെയും പൈസ നീ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് 2020-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ രാജിവെച്ച് നിരവധി ആളുകൾ പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ജില്ലാ കോർഡിനേറ്റർ പറഞ്ഞു, ഇത്രയധികം തട്ടിപ്പ് സംഘത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് രാജിവെച്ച് പോരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്താൻ വന്നാൽ അതിശക്തമായി പ്രതികരിക്കാൻ, വിരട്ടലും വിലപേശലും ഒന്നും ഈ പാർട്ടിയോട് വേണ്ട എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ, നുണപ്രചരണം വന്നാൽ സത്യത്തിന്റെയും ശരിയുടെയും വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷമായ ഹൃദയപക്ഷത്തെ ജീവൻ ബലിയർപ്പിച്ചും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇവർ സൃഷ്ടിക്കുന്ന മോഹവലയത്തിൽ പെട്ടുപോകാതെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകുവാൻ തിരുവാണിയൂരിലെ നമ്മുടെ പ്രിയപ്പെട്ട സംഘടന മുന്നോട്ട് പോകണം. അതിന് എല്ലാ വിഭാഗം ആളുകളുടെയും മഹത്തായ കൂട്ടായ്മ ഉണ്ടാക്കണം. LDF-ന്റെ ഐക്യനിര അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ഏതറ്റം വരെ നിങ്ങൾ മുന്നോട്ട് പോയാലും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നാളെ മുതൽ പര്യടനം നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രചരണ കാൽനട ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഴുവൻ സഖാക്കളെയും CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഖാക്കളെ, അഭിവാദ്യങ്ങൾ.